ഹലോ ഓൾ, എല്ലാവർക്കും സഹകാരി പി എസ് സിയുടെ മറ്റൊരു ജിയോഗ്രഫി ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന ഒരു വലിയ ഏരിയയുടെ രണ്ടാം ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി നമ്മൾ റിമോട്ട് സെൻസിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേ കാര്യങ്ങൾ ഒരു പാർട്ട് 1 എന്നോണം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരുപാട് ഏതൊക്കെ തരത്തിൽ നമുക്ക് റിമോട്ട് സെൻസിങ് സാധ്യമാണ്, എന്താണ് റിമോട്ട് സെൻസിങ് എന്നതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഇൻഫർമേഷൻസും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ ആദ്യ ഭാഗത്തിനകത്ത് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന വിദൂര സംവേദനം, ദൂരത്ത് നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രദേശത്തെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിമോട്ട് സെൻസിങ് എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു എന്താണ് റിമോട്ട് സെൻസിങ് എന്നും ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള തരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പ്രൈമറിലി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലേ? നമുക്ക് ഇപ്പോൾ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഏരിയൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന ഒരു ഏരിയനെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ പെർട്ടിക്കുലർലി നമ്മൾ ഏരിയൽ ഫോട്ടോഗ്രാഫീനെ പറ്റിയും ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫീനെ പറ്റിയിട്ടൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇതെല്ലാം ഇതിൻ്റെയൊക്കെ പ്രോസസ്സുകൾ ഇതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്നൊക്കെ പറഞ്ഞു പോയതൊക്കെയാണ്. ഇന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടി വരുന്ന ഏരിയ ഇതിൻ്റെ പാർട്ട് 2. അപ്പോൾ എന്താണ് നമ്മൾ പഠിക്കാനുള്ളത്? റിമോട്ട് സെൻസിങ് നമ്മൾ ഓൾറെഡി പാർട്ട് 1 പഠിച്ചല്ലോ എന്നതാണ് ചോദ്യമെങ്കിൽ, ചില ചോദ്യപേപ്പറുകൾ കാണുമ്പോൾ അതിനകത്ത് ഒരുപാട് ഡീറ്റെയിലിങ്ങിൽ റിമോട്ട് സെൻസിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. പർട്ടിക്കുലർലി സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിമോട്ട് സെൻസിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് സാറ്റലൈറ്റുകളുടെ പേര്, പെക്യൂലിയാരിറ്റീസ്, ഏത് പർട്ടിക്കുലർ രാജ്യവുമായി ബന്ധപ്പെട്ട, ഇപ്പം നമ്മൾ പല രാജ്യവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് റിമോട്ട് സെൻസിങ് നടത്താറുണ്ട്. കാരണം സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള റിമോട്ട് സെൻസിങ് പ്രോസസ്സ് നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ രാജ്യാതിർത്തികളിലൂടെയും കടന്നു പോകാനുള്ള അനുമതിയൊന്നും നമ്മുടെ സാറ്റലൈറ്റുകൾക്ക് ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇരു രാജ്യങ്ങൾ തമ്മിലോ അതിൽ മൾട്ടിപ്പിൾ രാജ്യങ്ങൾ തമ്മിലോ ഉള്ള കോർഡിനേറ്റഡ് ഇഫക്റ്റിൻ്റെ ഭാഗമായിട്ട് സെക്യൂരിറ്റി ത്രെറ്റ്സോ ഇഷ്യൂസോ ഒന്നുമില്ലാത്ത രീതിയിലുള്ള ഡേറ്റാസ് പല രാജ്യങ്ങളുടെയും സഹായത്തോടു കൂടിയും സഹകരണത്തോടു കൂടിയൊക്കെ നമുക്ക് ലഭ്യമാക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൊക്കെ രാജ്യങ്ങൾ തമ്മിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള സാറ്റലൈറ്റ് ലോഞ്ചസും അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ് ആക്ടിവിറ്റീസും ഒക്കെയും നടന്നു കാണാറുമുണ്ട്. അപ്പോൾ ഇതേ പറ്റിയിട്ടും മറ്റുമൊക്കെ ചോദ്യങ്ങൾ PSCയുടെ ചോദ്യപേപ്പറുകളിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കാണുന്നുണ്ട് എന്നതുകൊണ്ട് ഇത് പൊതുവെ ഒരല്പം സാധാരണഗതിയിൽ നമ്മുടെ ക്ലാസ്സുകളിലൊന്നും അങ്ങനെ ഇങ്ങനെ കാണാത്തൊരു ഏരിയയും കൂടിയാണ്. ഒരല്പം ബോറിംഗ് ആണ് ആ ഒരു സാധനം. മീൻസ് വേറൊന്നുമില്ല, ഓരോ സാറ്റലൈറ്റിൻ്റെ പേര് പഠിക്കുക, അതിൻ്റെ രാജ്യത്തിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പോകുക എന്ന് പറയുന്നൊരു പരിപാടിയാണല്ലോ. അപ്പോൾ അത് താരതമ്യേന ബോറിംഗ് മീൻസ് ജസ്റ്റ് ഒരു ലിസ്റ്റിംഗ് പരിപാടിയാണല്ലോ എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് പൊതുവെ ക്ലാസ്സുകളിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാനില്ല. മാത്രമല്ല ഒരല്പം ടൈം കൺസ്യൂമിങ് പ്രോസസ്സുമാണ്. ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടുവന്ന് ഈ സാറ്റലൈറ്റുകളെയൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യാമെന്ന് പറയുമ്പോൾ ഇറ്റ് ഓൾസോ ടേക്ക് ടൈം. ബോത്ത് ക്ലാസ്സിന് സമയമെടുക്കുന്നുണ്ടാവും, അത് പ്രിപ്പയർ ചെയ്യുന്നതിന് സമയമെടുക്കുന്നുണ്ടാവും. സോ ഭൂരിഭാഗം പേരും അതങ്ങ് നെഗ്ലക്റ്റ് ചെയ്യാനാണ് പതിവ്. പക്ഷെ നമുക്ക് പഴുതടച്ച് പോകേണ്ട ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് ഇന്ന് നമ്മൾ ഇതേ പറ്റിയിട്ടുള്ള വിശദാംശങ്ങളും കൂടി നോക്കി പോവാണ്. ആ സാറ്റലൈറ്റുകൾ ഉൾപ്പെടെ നിങ്ങളിലേക്ക് ഡീറ്റെയിൽസ് തരികയാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോവാം. അതായത് ചില PYQs ചില കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട്. അതായത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ്? ചോദ്യം സൺ സിങ്ക്രണസ് സാറ്റലൈറ്റുകളുമായി ബന്ധപ്പെട്ടിട്ട്. ഓൾട്ടിറ്റ്യൂഡ് 700 മുതൽ 900 കിലോമീറ്റർ വരെയാണ്. ഓർബിറ്റൽ പീരിയഡ് 24 hours ആണ്. എർത്ത് റിസോഴ്സ് ആപ്ലിക്കേഷൻസ് ആണ് ഇതിൻ്റെ പ്രധാന ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഇത് എത്രത്തോളം ശരിയാണ്? ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്? സാറ്റലൈറ്റുകളെ പറ്റിയിട്ട് അറിഞ്ഞാലേ ഇതിന് ഉത്തരവ് എഴുതാൻ പറ്റൂ. റിമോട്ട് സെൻസിങ്ങിൽ സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന പോസിബിലിറ്റിയെ നമ്മൾ തള്ളിക്കളയേണ്ടതില്ല എന്ന സാരം ഓൾറെഡി PSC ചോദിച്ച ചോദ്യം. മറ്റൊരു ചോദ്യം നോക്കുക. ഇന്ത്യസ് ഫസ്റ്റ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് വിച്ച് ഈസ് ടു ബി പ്ലേസ്ഡ് ഇൻ എ ജിയോസിങ്ക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റ് ബൈ GSLV F10. GSLV F10 എന്ന് പറയുന്ന വിക്ഷേപണ വാഹനം ഉപയോഗിച്ചിട്ട് GSLV F10 എന്ന വിക്ഷേപണ വാഹനം ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ട് ഇന്ത്യ ഒരു ജിയോസിങ്ക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റിൽ പ്ലേസ് ചെയ്ത സാറ്റലൈറ്റ് ഏത്? എന്ത് സാറ്റലൈറ്റ് ആണ്? എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ഏത് എന്നതാണ് ചോദ്യം. സാറ്റലൈറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു ചോദ്യം. EOS-04 ആണോ? GSAT-1 ആണോ? RISAT-2B ആണോ? അതോ കാർട്ടോസാറ്റ് 2A ആണോ? ചോദ്യം ചോദിച്ചേക്കുക. തീർന്നിട്ടില്ല, ഇനിയുണ്ട്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഒന്നാമത്തെ ലിസ്റ്റിനെ രണ്ടാമത്തെ ലിസ്റ്റുമായിട്ട് മാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു ചോദ്യം നോക്ക്.
ഇവിടെയും നോക്കിയ ലിസ്റ്റ് 1-നകത്ത് ഗോസ് GOES, ഇൻസാറ്റ്, സ്പോട്ട്, മിറ്റിയോർ 3. ഇതൊക്കെ എന്താണ്? ഇതിനകത്ത് ഇൻസാറ്റ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം അല്ലേ? ഇൻസാറ്റ് എല്ലാവർക്കും അറിയായിരിക്കും, ഇന്ത്യയോട് നിങ്ങൾ കണക്ട് ചെയ്യും. വാട്ട് അബൌട്ട് ഗോസ്? വാട്ട് അബൌട്ട് സ്പോട്ട്? വാട്ട് അബൌട്ട് മിറ്റിയോർ? ഫ്രാൻസ്, US, റഷ്യ, ഈ 3 രാജ്യങ്ങളുടേതായ സാറ്റലൈറ്റുകളാണ് റിമോട്ട് സെൻസിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. നാവിഗേഷൻ, റിമോട്ട് സെൻസിങ് എന്നിവയ്ക്ക് വേണ്ടിയിട്ട്. ഇതേ പറ്റിയിട്ടുള്ള ധാരണ ഉണ്ടോ? ഈ ചോദ്യം കണ്ടിട്ടുള്ള ആൾ, ഈ ചോദ്യം പഠിച്ചിട്ടുള്ള ആൾ എഴുതുമായിരിക്കും. 2024 ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച സ്റ്റേജ് 3-ലെ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണത്. See how relevant satellites become. കണ്ടോ? അടുത്തൊരു ചോദ്യം നോക്കുക. അഡ്വാൻസ്ഡ് സ്പേസ് ബോൺ തെർമൽ എമിഷൻ ആൻഡ് റിഫ്ലക്ഷൻ റേഡിയോമീറ്റർ, ആസ്റ്റർ എന്ന ചുരുക്കനാമം, ഈസ് എ ഹൈ റെസൊല്യൂഷൻ റിമോട്ട് സെൻസിങ് ഇൻസ്ട്രുമെന്റ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സാറ്റലൈറ്റ്സ്? ഇവിടെ തന്നിരിക്കുന്ന ഏത് സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഹൈ റെസൊല്യൂഷൻ ഒരു എന്താ പറയുക, ഒരു ടെക്നിക്കാണ് ആസ്റ്റർ എന്ന് പറയുന്നതാണ് ചോദ്യം, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ആസ്റ്റർ എന്നാണ് ചോദ്യം. ഇതിൽ ഏത് സാറ്റലൈറ്റിൽ വരുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ആസ്റ്റർ? എന്താ ആസ്റ്റർ? അഡ്വാൻസ്ഡ് സ്പേസ് ബോൺ തെർമൽ എമിഷൻ ആൻഡ് റിഫ്ലക്ഷൻ റേഡിയോമീറ്റർ, അതാണ് ആസ്റ്റർ. കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ 2024 ചോദ്യം, വളരെ ലേറ്റസ്റ്റ് ചോദ്യമാണ്. ടെറ, ലാൻഡ്സാറ്റ്, സ്പോട്ട്, സെന്റിനൽ. അറിയൂ നമുക്കിതിൻ്റെ ഉത്തരം? ബുദ്ധിമുട്ടാണോ ഈ ചോദ്യം? ഒരു പരിധിവരെ ബുദ്ധിമുട്ടാണ്. ഇത്തരം ചോദ്യങ്ങൾ ഒരല്പം ലെവൽ കൂടിയതായിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഞാൻ നേരത്തെ കാണിച്ച ചോദ്യം, ഈ ചോദ്യമൊക്കെ നമ്മൾ പൊതുവെ പഠിക്കുന്ന കണ്ടന്റിന് ഒരല്പം പുറത്ത് നിൽക്കുന്ന കണ്ടന്റായിട്ട് തന്നെയാണ് പരിഗണിക്കുക. അതുകൊണ്ട് ബഹുഭൂരിഭാഗം വരുന്ന കുട്ടികളും ഈ ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചോദ്യം എഴുതുക എന്ന് പറയുന്ന ഒരു സ്മാർട്ട് മൂവ്. അത് ഒരിക്കലും ഇത് അറ്റൻഡ് ചെയ്യാതെ പോവുക എന്ന് പറയുന്നത് മോശം എന്നൊന്നും ഞാൻ ഇത് അറ്റൻഡ് ചെയ്യാതെ പോയി എന്ന് പറയുന്നത് അതൊരു മോശം പ്രവണതയാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ഇതേപ്പറ്റി വലിയ ധാരണ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് അടുത്ത ചോദ്യം ചെയ്യുക തന്നെയാണ് ഏറ്റവും സ്മാർട്ടായിട്ടൊരു കുട്ടി ചെയ്യേണ്ട ആക്ടിവിറ്റി. പക്ഷേ ഈ മെയിൻസിന് വേണ്ടിയിട്ടൊക്കെയുള്ള എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർ, ഡിഗ്രി തല മെയിൻസ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ, ദിസ് വാസ് എ മെയിൻസ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് കാണാം, ദാസ്റ്റ് മാനേജ് മെയിൻസ് ചോദ്യമായിരുന്നു. അപ്പോൾ മെയിൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുടെ കാര്യത്തിൽ നമുക്കൊരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യാനില്ല, നമുക്കൊരു മാർക്കും നഷ്ടപ്പെടാനില്ല. ഓരോ മാർക്കിനും 100 കണക്കിന് റാങ്കിൻ്റെ വ്യത്യാസത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു മാർക്ക് മാറിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ 100 റാങ്ക് നിങ്ങൾ താഴെ പോകും. പിന്നെ ആ 100 പേർക്ക് ജോലി കിട്ടണം, നിങ്ങൾക്ക് ജോലി കിട്ടാൻ. അപ്പോൾ റാങ്ക് മേക്കിംഗ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് നമുക്കിവിടെ സ്കിപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കുറവാണ് പിള്ളേരെ. സോ മാക്സിമം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ശരിയായി അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കണം. അതിന് ഞാൻ പറ്റാവുന്നതിൻ്റെ പരമാവധി എത്ര ചോദ്യങ്ങൾ ഞാൻ തന്നെ ഇവിടെ കാണിച്ചു ഈ സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ളതെന്ന് നോക്കിയേ. അപ്പോൾ ഇത്രയും അധികം ചോദ്യങ്ങൾ കഴിഞ്ഞ 2022 ഇപ്പുറമുള്ള പരീക്ഷകളിൽ പലതവണയായി ആവർത്തിക്ക് ചോദിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് പ്രൂവണാണ്, കാണിച്ചിട്ടുണ്ട്. PSCയുടെ ചോദ്യപേപ്പർ ഞാൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു ഗിവൺ ഡേറ്റേനെ വെച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ അപ്പോൾ പഠിക്കാണ്ട് പോകുന്നത് മണ്ടത്തരമായി പോകും. അതുകൊണ്ട് മാത്രം നമ്മൾ ഇന്ന് ഇതേപ്പറ്റി ഒരല്പം ഡീറ്റെയിലിങ് തരാമെന്ന് കരുതുകയാണ്. ക്ലാസ് ഒരല്പം ലെങ്തി ആയാലും കുഴപ്പമില്ല, നമ്മുടെ ഭാഗത്തുനിന്ന് ഈ ഒരു കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുകയാണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ റിമോട്ട് സെൻസിങ് പാർട്ട് 2. റിമോട്ട് സെൻസിങ് ആണ് പ്രാഥമികമായും സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചും ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി അത് തന്നെയാണ്. സാറ്റലൈറ്റുകൾക്ക് വേറെയും ആപ്ലിക്കേഷൻസ് ഉണ്ട്, എന്നിരുന്നാൽ കൂടിയും സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന റിമോട്ട് സെൻസിങ് ആണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. അതുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ സാറ്റലൈറ്റുകളെ പറ്റിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് അതുകൊണ്ട് അടങ്ങുന്നതായിരിക്കും. ഓക്കെ, സോ ഒരിക്കൽ കൂടി സഹകാരി PSCയുടെ ജിയോഗ്രഫി ക്ലാസ്സസിലേക്ക് സ്വാഗതം. റൈറ്റ്, സെയിം ക്വസ്റ്റ്യൻസ് വീണ്ടും ചോദിച്ചേക്കുവാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിങ്ക്രണസ് ഉപഗ്രഹം ഏതാണ്? IRS-1A, GSAT, NVS-01, അതോ ഇതെല്ലാം അത് തന്നെയാണോ എന്നൊക്കെയുള്ളതാണ് ചോദ്യം. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഞാൻ ആ ഒരു ചോദ്യത്തിൻ്റെ കാര്യം വിട്ടുപോയി കേട്ടോ, അതാണ് വിട്ടുപോയത്. ശരി, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് കണ്ടന്റിലേക്ക് കിടക്കുകയാണ്. സാറ്റലൈറ്റ്സ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയമാണ് അല്ലേ? വാട്ട് ആർ ദ സാറ്റലൈറ്റ്സ്? സാറ്റലൈറ്റുകൾ പൊതുവേ ഏതെങ്കിലുമൊക്കെ വസ്തുവിന് അല്ലെങ്കിൽ ഒരു ഗ്രഹത്തിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളെ നമ്മളിങ്ങനെ സാറ്റലൈറ്റ് എന്ന് പറയാറുണ്ടല്ലോ. ഇതിൽ 2 തരത്തിൽ നമ്മൾ സാറ്റലൈറ്റുകളെ ക്ലാസിഫൈ ചെയ്യാം അടിസ്ഥാനപരമായിട്ട്. നാച്ചുറൽ സാറ്റലൈറ്റും ഉണ്ട്, അതുപോലെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റും ഉണ്ട്. നാച്ചുറൽ സാറ്റലൈറ്റും ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റും. നാച്ചുറൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ മൂൺ എന്ന് പറയുന്ന സാധനം, ഇപ്പോൾ ഭൂമിക്ക് ചുറ്റും മൂൺ എന്ന് പറയുന്നതൊക്കെ നമ്മുടെ നാച്ചുറൽ സാറ്റലൈറ്റുകളാണ്. അതുപോലെ ഒട്ടനവധി മൂണുകൾ, ശരിക്കും പറഞ്ഞാൽ 171 മൂണും അല്ലെങ്കിൽ നാച്ചുറൽ സാറ്റലൈറ്റുകളാണ് നമ്മുടെ മാത്രം സോളാർ സിസ്റ്റത്തിനകത്ത് ഓർബിറ്റ് ചെയ്യുന്ന പ്ലാനറ്റുകളെ. ഭൂമിയെ മാത്രമല്ല ഞാൻ പറയുന്നത്, മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ
ഇങ്ങനെ 8 പ്ലാനറ്റുകൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നുണ്ട്. ഈ 8 പ്ലാനറ്റുകളെ വലം വെച്ചുകൊണ്ട് പല നമ്പർ ഓഫ് മൂൺസ്, നാച്ചുറൽ സാറ്റലൈറ്റുകൾ പല പല ഗ്രഹങ്ങൾക്കും ഉണ്ട്. ഭൂമിക്ക് കൊണ്ടുവരണം. അവൻ്റെ പേരാണ് ചന്ദ്രൻ, മൂൺ അല്ലേ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ മൂണിൻ്റെ 171 മറ്റ് വകഭേദങ്ങൾ, അല്ലെങ്കിൽ 170 മറ്റ് വകഭേദങ്ങൾ, ടോട്ടലി ആകെ മൊത്തം 171 ചന്ദ്രൻ, മാർ അല്ലെങ്കിൽ മൂൺസ് അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ്, നാച്ചുറൽ സാറ്റലൈറ്റ്സ് ഇത്തരത്തിൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ പ്ലാനറ്റുകളെ റിവോൾവ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ലാർജർ പ്ലാനറ്റിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ട് കാണുന്ന ഒരു സെക്കൻഡറി അല്ലെങ്കിൽ ഒരു സ്മോളർ റിവോൾവിങ് വസ്തുവിനെയാണ് നമ്മൾ മൂൺ എന്ന് വിളിക്കുക പറഞ്ഞു. ഇത് നാച്ചുറൽ സാറ്റലൈറ്റിൻ്റെ കാര്യം. സി വാട്ട് അബൌട്ട് ആർട്ടിഫിഷ്യൽ? സെയിം പ്രോസസ്സാണ്. ഒരു മാൻമെയ്ഡ് ആയിട്ടുള്ള സെലസ്റ്റിയൽ ഓബ്ജക്റ്റ്, ഒരു ഓബ്ജക്റ്റ് ഹാസ് ടു ബി ഇൻ സെലസ്റ്റിയൽ ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞുകൂടല്ലോ, അത് ഓക്കെ, ഒരു മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു വസ്തു ബഹിരാകാശത്തേക്ക് കൊണ്ടെത്തിച്ച് പ്ലാനറ്റിന് ചുറ്റും ഓർബിറ്റ് ചെയ്യാൻ നിർബന്ധിതനാക്കിയാൽ അത്തരം വസ്തുക്കളെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ എന്ന് പറയുക. ഇറ്റ് ഇസ് എ മാൻമെയ്ഡ് ഓബ്ജക്റ്റ് പ്ലേസ്ഡ് ഇൻ ഓർബിറ്റ് അറൗണ്ട് ആൻ ആസ്ട്രോണമിക്കൽ ബോഡി. അതൊരു ഗ്രഹത്തെ ചുറ്റാൻ വേണ്ടി തന്നെ പറഞ്ഞു വിടണം നിർബന്ധമൊന്നുമില്ല. ബിക്കോസ് നമുക്കറിയാവുന്ന പോലെ ചന്ദ്രയാൻ എന്ന ദൗത്യം, ചന്ദ്രയാൻ 1 നമ്മളെല്ലാവരും കേട്ടിട്ടും പഠിച്ചിട്ടുണ്ട്. ചന്ദ്രയാൻ 1, ഈ ചന്ദ്രയാൻ എന്ന ദൗത്യം എന്ന് പറയുന്നത് നേരിട്ട് പിന്നെ ഭൂമിയെ ചുറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ട ദൗത്യമൊന്നും ആയിരുന്നില്ലല്ലോ ചന്ദ്രയാൻ 1. അത് ചന്ദ്രനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ചന്ദ്രനെ ചുറ്റിപ്പറ്റി നിന്ന ചന്ദ്രയാൻ 1 നമ്മൾ സാറ്റലൈറ്റ് എന്ന് അല്ലേ വിളിക്കുന്നത്? തീർച്ചയായിട്ടും സാറ്റലൈറ്റ് എന്നാണ്. അപ്പോൾ ഒരു ആസ്ട്രോണമിക്കൽ ബോഡി അല്ലെങ്കിൽ ഒരു സെലസ്റ്റിയൽ ബോഡിക്ക് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു മാൻമെയ്ഡ് ആയിട്ടുള്ള വസ്തുവാകണമെന്നേ ഉള്ളൂ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. അല്ലാതെ ഒരു പ്ലാനറ്റിനെ തന്നെ ചുറ്റി നിൽക്കുന്നതാകണമെന്ന് നിർബന്ധം ഇല്ല എന്ന് സാരം. സെറ്റ് അല്ലേ? റൈറ്റ്. ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ തന്നെ നമ്മൾ 2 തരത്തിൽ പ്രധാനമായിട്ട് ക്ലാസിഫൈ ചെയ്ത് പറയാറുണ്ട്. ഒന്ന് ജിയോ സ്റ്റേഷണറി അല്ലെങ്കിൽ ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റുകൾ, 2 പോളാർ സാറ്റലൈറ്റുകൾ. ഓക്കെ, സോ ഒന്ന് ജിയോ സിങ്ക്രണസ് അഥവാ ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്സ്, 2 പോളാർ സാറ്റലൈറ്റ്സ്. അപ്പോൾ ഇതിലാരാണ് ജിയോ സിങ്ക്രണസ് അല്ലെങ്കിൽ ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്? ജിയോ സിങ്ക്രണസും ജിയോ സ്റ്റേഷണറിയും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ജിയോ സിങ്ക്രണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് തന്നെയുണ്ട്. വാട്ട് ഇസ് ജിയോ സിങ്ക്രണസ്? നമ്മളിപ്പോൾ ഒരു കൺസേർട്ട് കാണാൻ പോവാണ്, ഒരു മ്യൂസിക്കൽ കൺസേർട്ട് കാണാൻ പോവാണ്. ഒരു മ്യൂസിക്കൽ കൺസേർട്ടിനകത്ത് 4 വയലിനിസ്റ്റ് അല്ലെങ്കിൽ 10 വയലിനിസ്റ്റുകൾ ചേർന്ന് വയലിൻ വായിക്കുകയാണെന്ന് കരുതാം. അപ്പോൾ ഈ 10 വയലിനിസ്റ്റുകളും വായിക്കുന്നത് ഒരേ സ്വരം ഒരേപോലെ ഒരേ ടൈം ലാഗോടുകൂടി വായിച്ചില്ല എന്നുണ്ടെങ്കിൽ കേൾക്കുന്ന സ്വരം അരോചകമായിട്ട് മാറുന്നത് കേൾക്കാം. മാത്രമല്ല ഇവരിത് ഒരേ സ്വരത്തിൽ വായിച്ചാൽ, ഒരേ മൂഡിൽ പ്ലേ ചെയ്താൽ, ഒരേ ലാഗിൽ ഫോളോ ചെയ്താൽ കേൾക്കുന്നത് അതിമനോഹരമായൊരു സംഗീതമായിരിക്കും. അപ്പോൾ ഇവിടെ ഈ 10 പേരും പരസ്പരം സിങ്ക്രണൈസ്ഡ് ആയിട്ടാണ് പ്ലേ ചെയ്തതെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. ദർ അറൈസ്ഡ് എ സിംഫണി ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ എന്താ സിങ്ക്രണൈസേഷൻ? ഒന്നിനോട് കണക്റ്റഡായി മറ്റൊന്ന് പ്രവർത്തിക്കുന്നതിന് നമുക്ക് സിങ്ക്രണൈസേഷൻ എന്ന് പറയാം. അപ്പോൾ ജിയോ സിങ്ക്രണസ് എന്ന വാക്കിൻ്റെ അർത്ഥം ജിയോ എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് അല്ലേ? ജിയോ എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. അപ്പോൾ ജിയോ സിങ്ക്രണസ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, കാര്യം ഇത്രയേ ഉള്ളൂ. ഭൂമിയോട് സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള സാറ്റലൈറ്റുകളാണ്. ഭൂമിയോട് സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാറ്റലൈറ്റ് ഈ ഓർബിറ്റിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അതിന് അവിടെ വെറുതെ നിൽക്കാൻ പറ്റത്തില്ല. ഇറ്റ് ഹാസ് ടു റൊട്ടേറ്റ്. ശരിയല്ല, അത് റിവോൾവ് ചെയ്യണം. റൊട്ടേറ്റ് അല്ല, റിവോൾവ് ചെയ്യണം. അപ്പോൾ ഈ റെവല്യൂഷൻ സ്വാഭാവികമായിട്ടും ഭൂമിക്ക് പുറമെ കൊണ്ടിരുന്ന ഒരു സാറ്റലൈറ്റ് ഭൂമിയെ ചുറ്റുമാണ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിങ്ക്രണൈസേഷൻ ആരോടായിരിക്കും? ഭൂമിയുടെ റൊട്ടേഷനോടായിരിക്കും. അപ്പോൾ ഭൂമിയുടെ റൊട്ടേഷനോട് സിങ്ക്രണൈസ്ഡ് ആയിട്ട് റിവോൾവ് ചെയ്യപ്പെടുന്ന സാറ്റലൈറ്റുകളെ വിളിക്കുന്ന പേരാണ് ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ്. എന്ന് പറഞ്ഞാൽ ഭൂമി വലത്തേക്ക് തിരിഞ്ഞാൽ ഇവൻ വലത്തേക്ക് തിരിയും, ഭൂമി ഇടത്തേക്ക് തിരിഞ്ഞാൽ ഇവനും ഇടത്തേക്ക് തിരിയണം. അങ്ങനത്തെ പരിപാടിയില്ല. ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാത്രമേ തിരിയുള്ളൂ. പക്ഷേ ഈ ഒരു ദിശയിലാണ് തിരിയുന്നതെങ്കിൽ കൂടിയും ആ തിരിവിൻ്റെ വേഗതയും നിരക്കും ഒക്കെ ഭൂമിയോട് ആനുപാതികമായിട്ടായിരിക്കും ഈ പറയുന്ന സാറ്റലൈറ്റിനുണ്ടാവുക. അതായത് ഞാൻ ഭൂമിയിൽ നിന്ന് ഈ ഒരു സാറ്റലൈറ്റിനെ ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ആ ഭ്രമണപഥത്തിൽ നിന്ന് ഭൂമിയിലെ ഒരു പ്രദേശം തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാറ്റലൈറ്റ് ആയിരിക്കും ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റുകൾ. അത് ഭൂമിയുടെ റൊട്ടേഷനോടനുബന്ധിച്ച് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടും ഇരിക്കുന്നതായിരിക്കും. ഭൂമി വലത്തോട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നതിന് അതേ വേഗതയിൽ ഇവനും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ദാറ്റ് മീൻസ് ഞാൻ ഭൂമിയിൽ നിന്ന് ഈ ഒരു സാറ്റലൈറ്റിനെ നോക്കിക്കണ്ടാൽ എനിക്ക് എപ്പോഴും ഈ സാറ്റലൈറ്റ് ഒരു പ്രദേശത്ത് നിശ്ചലമായിരിക്കുന്നു എന്ന് തോന്നും വെൻ ഒബ്സർവ്ഡ് ഫ്രം എർത്ത്. കാരണം
റിലേറ്റീവ് മൂവ്മെൻ്റ് ഒന്നുമില്ല അല്ലെ. ഭൂമിയുടെ മൂവ്മെൻറ്റിനോട് ആനുപാതികമായി തന്നെ അവന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. രണ്ട് കാറിൽ അപ്പുറവും ഇപ്പുറവും ഒരേ പേര് ഒരേ വേഗത്തിൽ മുന്നോട്ട് പോയാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ മൂവ് ചെയ്യുന്നൊന്നും തോന്നില്ലല്ലോ. അതുപോലെ പക്ഷേ രണ്ടുപേരും എസെൻഷ്യലി മൂവ് ചെയ്യുന്നുണ്ട് താൻ. അപ്പോൾ ഇവിടെ ഭൂമിയും മൂവ് ചെയ്യുന്നുണ്ട്, ഈ സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഭൂമി മൂവ് ചെയ്യുന്ന അതേ വേഗതയിൽ അതേ ദിശയിൽ ഭൂമിയോടൊപ്പം ഇയാളും മൂവ് ചെയ്യുന്നുണ്ട്. ഈ ജിയോ സിൻക്രണസ് സാറ്റലൈറ്റും മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഭൂമിയിൽ നിന്ന് ഒബ്സർവ് ചെയ്താൽ വെൻ ഒബ്സർവ്ഡ് ഫ്രം എർത്ത് ഈ സാറ്റലൈറ്റുകൾ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്നു എന്നാണ് തോന്നുക എന്ന് മാത്രമാണ് ജിയോ സിൻക്രണസിൻ്റെ പ്രത്യേകത. ഈ ജിയോ സിൻക്രണസ് സാറ്റലൈറ്റുകളിൽ ഇക്വേറ്ററിന് മുകളിലായി പ്ലേസ് ചെയ്യപ്പെടുന്ന സാറ്റലൈറ്റുകളെ നമ്മൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കുക. കൂടുതൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് അതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഒരു തരത്തിലുള്ള സാറ്റലൈറ്റ്. രണ്ടാമത്തെ തരമാണ് പോളാർ സാറ്റലൈറ്റുകൾ എന്ന് പറയാം. രണ്ടാമത്തെ തരമാണ് പോളാർ സാറ്റലൈറ്റുകൾ. ഭൂമി ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഇരുധ്രുവങ്ങളുള്ളൊരു വസ്തുവാണ് അല്ലേ. അതിൻ്റെ വടക്കു ഭാഗത്തൊരു നോർത്ത് പോളും തെക്ക് ഭാഗത്തൊരു സൗത്ത് പോളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും ലക്ഷ്യമാക്കി ഒരു സാറ്റലൈറ്റ് റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണെന്ന് കരുതുക. ഓക്കെ, ഒരു സാറ്റലൈറ്റ് ഇതിൻ്റെ ഈ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും ലക്ഷ്യമാക്കി റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇറ്റ് വിൽ ഗോ ടു നോർത്ത്, നോർത്തിൽ നിന്ന് ഇങ്ങനെ സൗത്തിലേക്ക് വരും, വീണ്ടും അത് കറങ്ങി നോർത്തിലേക്ക് വരും, വീണ്ടും കറങ്ങി സൗത്തിൽ വരും. അങ്ങനെ നോർത്ത് സൗത്ത് എന്ന രീതിയിൽ പോളാർ റീജിയൻസിനെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ പോളാർ മേഖലകളെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് എന്ന രീതിയിൽ തന്നെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റുകളെയാണ് നമ്മൾ പോളാർ സാറ്റലൈറ്റുകൾ എന്ന് പറയുക. പോളാർ സാറ്റലൈറ്റുകൾക്ക് പോൾ ടു പോൾ ചലനം ഉള്ളത് കൊണ്ട് തന്നെ അത് ഒരു സ്ഥലത്ത് നിശ്ചലമായി നിൽക്കുന്നത് പോലെ നമുക്ക് എന്തായാലും തോന്നില്ല. ശരിയല്ലേ? ഇപ്പം എവിടെ നിന്ന് നോക്കിയാലും ഇവൻ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഭൂമിയിൽ നിന്നാൽ തന്നെ. അപ്പോൾ ഭൂമിയിൽ നിൽക്കുമ്പോൾ ഒരു സാറ്റലൈറ്റിന് ചലനം ദൃശ്യമാകുന്നുണ്ട് എങ്കിൽ ആ സാറ്റലൈറ്റ് തീർച്ചയായിട്ടും പോളാർ സാറ്റലൈറ്റ് ഗണത്തിൽപ്പെട്ടവനായിരിക്കും എന്ന് മനസ്സിലാക്കിയിരിക്കുക. പ്രാഥമികമായിട്ടുള്ള സാറ്റലൈറ്റിൻ്റെ വർഗീകരണം ഇതാണ്. ഇനി ഇതിൽ തന്നെ മറ്റ് രണ്ട് രീതിയിൽ എനിക്ക് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകളെ പറയാൻ സാധിക്കുന്നത്, ഞാനിപ്പോൾ ഈ സൂചിപ്പിച്ച ജിയോ സ്റ്റേഷനറി അതിന് ഉത്തരം നിങ്ങളോട് പറഞ്ഞു തന്നു. രണ്ട് സൺ സിൻക്രണസ് സാറ്റലൈറ്റുകൾ എന്ന് പറയാം. പൊതുവേ എന്താണ് സൺ സിൻക്രണസ് സാറ്റലൈറ്റ് എന്ന ചോദ്യം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സൺ സിൻക്രണസ് സാറ്റലൈറ്റ്. ഈ സൺ സിൻക്രണസ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ സംഗതി ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ആക്ച്വലി എ പോളാർ സാറ്റലൈറ്റ്. ഇത് പോളാർ സാറ്റലൈറ്റിൻ്റെ ഒരു വകഭേദം തന്നെയാണ് സൺ സിൻക്രണസ് എന്ന് പറയുക. ഒരു ചെറിയൊരു വ്യത്യാസം തന്നെയുള്ളൂ. ഇവൻ്റെ സിൻക്രണൈസേഷൻ സോളാർ ടൈം പീരീഡുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ആ ഒരു ബന്ധമുണ്ടല്ലോ, ടൈം പീരീഡ് 24 മണിക്കൂർ രാത്രി പകൽ എന്നൊക്കെ പറയുന്ന ഒരു കണക്ഷൻ. അപ്പോൾ ആ ഒരു ടൈം പീരീഡുമായിട്ട് കണക്റ്റഡായി പ്രവർത്തിക്കുന്ന സാറ്റലൈറ്റുകളാണ് സൺ സിൻക്രണസ് എന്ന് പറയുക. കാരണം സൂര്യനോട് സിൻക്രണൈസ്ഡ് ആണ്. ഇവന്മാർ ശരിക്കും പോളാർ സാറ്റലൈറ്റുകളാണ്. കാരണം ഇവർക്ക് രാത്രിയും പകലും അനുഭവപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു പ്രദേശത്ത് മാത്രം നിന്നാൽ പറ്റത്തില്ല. അതുകൊണ്ട് ഇവൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ തന്നെയാണ്. അതുകൊണ്ട് ഇവൻ പോളാർ കാറ്റഗറിയിൽ തന്നെ പെടും. പക്ഷേ ചെറിയൊരു വ്യത്യാസമുള്ളത്, സാധാരണ പോളാർ സാറ്റലൈറ്റുകൾ 90 ഡിഗ്രി ഇക്വേറ്ററിനോട് 90 ഡിഗ്രി ആംഗിളിലാണ് നിലനിൽക്കുന്നതെങ്കിൽ സൺ സിൻക്രണസ് സാറ്റലൈറ്റുകൾ അതിലൊരു ചെറിയ വ്യത്യാസം വരുത്തുന്നുണ്ട്. ഒരു 98 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട് ഇക്വേറ്ററുമായി ബന്ധപ്പെട്ട്. ഇക്വേറ്ററുമായി ബന്ധപ്പെട്ട് ഒരു 98 ഡിഗ്രീസ് ആംഗിൾ ആര് നിർമ്മിക്കും? സൺ സിൻക്രണസ് സാറ്റലൈറ്റുകൾ നിർമ്മിക്കും. പോളാർ സാറ്റലൈറ്റുകൾ പൊതുവെ ഇക്വേറ്ററിനോട് ഒരു 90 ഡിഗ്രി കണക്ട് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക എന്നും മനസ്സിലാക്കിയിരിക്കുക. അതൊരു ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്. നമുക്കൊന്ന് ഡീറ്റെയിൽ നോക്കാം. What are geostationary satellites? The satellite that move in equal velocity with the Earth's rotation is known as geostationary satellite. പടം കണ്ടാൽ അറിയാം, ഇതിപ്പോൾ ഇക്വേറ്ററിന് ആനുപാതികമായിട്ട് മൂവ് ചെയ്യണം. അതുകൊണ്ടാണ് ഇതിനെ ജിയോ സ്റ്റേഷനറി എന്ന് വിളിച്ചത്. ജിയോ സിൻക്രണസ് ആകുമ്പോൾ ഈ ഒരു ദിശയിൽ സഞ്ചരിക്കുന്നവനും ആകാം. ഇക്വേറ്ററിൻ്റെ മുകളിലൂടെ അല്ല, പക്ഷേ ഭൂമിയുടെ റൊട്ടേഷനോട് സിൻക്രണൈസ്ഡ് ആയിട്ടാണ് അവനും പോകുന്നതെന്നുള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പോകുന്ന ഒരുത്തനെ ജിയോ സിൻക്രണസ് എന്ന് വിളിക്കാം. പക്ഷേ ഇവൻ എന്ത് വിളിക്കാൻ പറ്റില്ല? ജിയോ സ്റ്റേഷനറി എന്ന് വിളിക്കാൻ പറ്റില്ല. അത് ഇവനാണ് ജിയോ സ്റ്റേഷനറി, ഇക്വേറ്ററിനെ മുകളിലൂടെ എന്ന രീതിയിൽ സഞ്ചരിച്ചു പോകുന്നത്. ഓക്കെ, ലെറ്റ് മീ ക്ലിയർ ദാറ്റ്. യെസ്, ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇനി എന്താണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളുടെ പ്രത്യേകതകൾ എന്നുള്ളതാണ് നോട്ട് ചെയ്ത് വെക്കാം. ഫീച്ചേഴ്സ് ഓഫ് ദീസ് സാറ്റലൈറ്റ്സ്. ഒന്ന്, ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന പർപ്പസ് എന്താണെന്ന് കൂടി അറിഞ്ഞു വെച്ചോ. ദീസ് ആർ ജനറലി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ്. ഓക്കെ, എന്താണ് ഇവന്മാരുടെ പണി? കമ്മ്യൂണിക്കേഷൻ, ബ്രോഡ്കാസ്റ്റിംഗ് പോലുള്ള സാങ്കേതിക വിദ്യകൾക്ക് അല്ലെങ്കിൽ പോലുള്ള ആപ്ലിക്കേഷനുകൾക്ക്
പ്രാഥമികമായി ഉപയോഗിക്കുന്ന സാറ്റലൈറ്റുകൾ ജിയോ സ്റ്റേഷനറി അഥവാ ജിയോ സിൻക്രണസ് സാറ്റലൈറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ ഓർബിറ്റ് താരതമ്യേന ഉയരത്തിലായിരിക്കും. അതായത് ദ ഓർബിറ്റ് ഓഫ് എർത്ത്, ദ ഓർബിറ്റ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് അബൌട്ട് 336,000 കിലോമീറ്റർ ഫ്രം ദി സർഫസ് ഓഫ് എർത്ത്. ഭൗമോപരിതലത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ അകലത്തിലായിട്ടായിരിക്കും ആര് സ്ഥിതി ചെയ്യുക? ജിയോ സിൻക്രണസ് അല്ലെങ്കിൽ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകൾ സ്ഥിതി ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് മാച്ചസ് എർത്ത് റൊട്ടേഷൻ. ഭൂമിയുടെ റൊട്ടേഷനെ മാച്ച് ചെയ്തിട്ടാണ് അത് കിടങ്ങുക. അതായത് 1 സിഡീരിയൽ ഡേ എന്ന് പറയുന്നത് 24 hours ആയിരിക്കും. അതായത് ഈ ജിയോ സ്റ്റേഷനറിയുടെ ഒരു ഡേ എന്ന് പറയുമ്പോൾ 24 hours തന്നെയാണ്, ഭൂമിയുടെ ഡേ തന്നെയാണ്. കാരണം റൊട്ടേഷനോട് സിൻക്രണൈസ്ഡ് ആയിരിക്കണം. 1/3 ഓഫ് ദി എർത്ത് കംസ് അണ്ടർ ഇറ്റ്സ് ഫീൽഡ് ഓഫ് വ്യൂ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് അറ്റ് എ വെരി ഹൈ എന്താ പറയുക സ്ട്രാറ്റ, വളരെ ഉയർന്ന ഒരു പ്രതലത്തിൽ കൊണ്ട് അല്ലെങ്കിൽ വളരെ ഉയർന്ന ഒരു പ്രദേശത്തുകൊണ്ടാണ് ഈ സാറ്റലൈറ്റ് വെച്ചിട്ട്. കാരണം 36,000 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ ഈ ഉയരം കൂടുന്നതിനനുസരിച്ച് ഫീൽഡ് ഓഫ് വ്യൂ വലുതാവും. ശരിയല്ലേ? ഇപ്പം നിങ്ങളൊരു ചെറിയ നിങ്ങൾ നിലത്ത് നിന്ന് നോക്കി കാണുന്ന ദൃശ്യമല്ല, നിങ്ങളൊരു ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ചുറ്റും നോക്കുമ്പോൾ നിങ്ങളുടെ ഫീൽഡ് ഓഫ് വ്യൂ വളരെ വിശാലവും. അപ്പോൾ ഉയരം കൂടുന്നതിനനുസരിച്ച് ഫീൽഡ് ഓഫ് വ്യൂ കൂടും. അപ്പോൾ ജിയോ സിൻക്രണസ് സാറ്റലൈറ്റുകൾ അല്ലെങ്കിൽ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകൾ ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു ഭൂമിയിൽ നിന്നുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വളരെ വിശാലമാണ് എന്നുള്ളതാണ്. പക്ഷെ ആ വിശാലമായ ഫീൽഡ് ഓഫ് വ്യൂവിന് മാറ്റം വരാൻ പറ്റത്തില്ല. ആ ഒരൊറ്റ സ്ഥലം മാത്രമേ അവന് കാണാൻ പറ്റൂ. ആ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് എത്ര ഫീൽഡ് ഓഫ് വ്യൂ ആണോ ഉള്ളത്, ഇപ്പോൾ ഏഷ്യ മുഴുവൻ കാണാൻ പറ്റുന്നൊരു ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള സാറ്റലൈറ്റ് ആണെങ്കിൽ അതിന് ഏഷ്യ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഏഷ്യ മുഴുവൻ കാണാൻ പറ്റുന്നത് 2 ദിവസം കഴിഞ്ഞിട്ട് യൂറോപ്പ് പോയി കണ്ടേക്കാന്ന് വിചാരിച്ചാൽ നടക്കത്തൊന്നുമില്ല. ഏഷ്യ മാത്രം കാണാവുന്ന ഫീൽഡ് ഓഫ് വ്യൂ ഉള്ളവന് ഏഷ്യ മാത്രം കാണാം. പറയുന്നത് ജനറലി ഭൂമിയുടെ ഏകദേശം 1/3 വിസിബിൾ ആകാനുള്ള പോസിബിലിറ്റി ഇവനുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, as the movement of these satellite corresponds to the speed of the rotation of Earth, it stays constantly above a specific place on Earth. ശരിയല്ലേ? ഭൂമിയുടെ ചലനത്തോട് ആനുപാതികമായി അല്ലെങ്കിൽ ചലനത്തിനോട് ഈക്വലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു മോഷൻ ഇവനും കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കോൺസ്റ്റൻ്റ് സ്ഥലത്തായിട്ട് ഇവൻ നിലനിൽക്കുന്നു എന്ന് തോന്നിക്കും എന്നാണ് പറഞ്ഞത്. This helps in continuous data collection of a particular area and it is used for telecommunication and for weather studies. ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ, കമ്മ്യൂണിക്കേഷൻ, ബ്രോഡ്കാസ്റ്റിംഗ്, വെതർ സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ ഉപയോഗിക്കുക? ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളെ പ്രാഥമികമായിട്ട് ഉപയോഗിക്കുക. ഇന്ത്യാസ് ഇൻസാറ്റ് സാറ്റലൈറ്റ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകൾ. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസാറ്റ് അപ്പം എന്തിന് ഉദാഹരണമാണ്? ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളുടെ ഉദാഹരണം ആണ്. 2, സൺ സിൻക്രണസ്. Sun synchronous satellites are the artificial satellites that pass through the Earth along the poles. അതുകൊണ്ട് തന്നെ they are considered as type of polar satellites. Satellite pass over any given point on Earth at the same local solar time each day. എല്ലാ ദിവസത്തെയും സോളാർ ടൈമിന് ആനുപാതികമായിട്ട് സാറ്റലൈറ്റുകൾ ഓരോ പ്രദേശത്തെത്തും. The orbit of these satellites is about 900 kilometers in altitude. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ് മക്കളെ? പോളാർ സാറ്റലൈറ്റുകൾ പൊതുവേ ഈ ജിയോ സിൻക്രണസ് പോലെ അത്ര വലുപ്പത്തിലല്ലെന്ന്. കാരണം എന്തുകൊണ്ടാണ്? ഇവൻ ഒരൊറ്റ ഫീൽഡ് ഓഫ് വ്യൂ അല്ല ഉള്ളത്, ഇവൻ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സോ ഹി ക്യാൻ ഡെഫിനറ്റ്ലി സീ എ ലോട്ട് ഓഫ് പ്ലേസസ്. അതുകൊണ്ട് പിടിച്ച് ഒരുപാട് ഉയരത്തിൽ കൊണ്ടുവെക്കേണ്ട കാര്യമില്ല. സോ ജനറലി ഒരു 800-900 കിലോമീറ്റർ റേഞ്ചിലൊക്കെ തന്നെയായിരിക്കും ആരുടെ എന്താ പറയുക ഓൾട്ടിറ്റ്യൂഡ് നിലനിൽക്കുക. നമ്മുടെ പോളാർ സാറ്റലൈറ്റുകൾ എന്ന് പറയുമ്പോൾ തന്നെ പരമാവധി ഒരു 1000 കിലോമീറ്ററിനകത്തൊക്കെ തന്നെ നിൽക്കുകയുള്ളൂ കേട്ടോ. അതിനകത്ത് പോളാർ സാറ്റലൈറ്റുകൾ പൊതുവേ പ്ലേസ് ചെയ്യപ്പെട്ട് കാണാറില്ല. എക്സെപ്ഷൻസ് ചെറുത് മാത്രം പറയാമെന്നല്ലാണ്ട് ജനറലി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സൺ സിൻക്രണസ് സാറ്റലൈറ്റുകൾ ജനറൽ ഓർബിറ്റ് ഒരു 900 കിലോമീറ്റർ ഓർബിറ്റ് അല്ല, ഓൾട്ടിറ്റ്യൂഡ് വരുന്നത് 900 കിലോമീറ്റേഴ്സ് അബവ് ദ സൺ ആണ്. The sun synchronous satellites orbit period is typically around 96 to 100 minutes, allowing it to complete just over 14 orbits daily. അപ്പോൾ ഒരു ദിവസം സൺ സിൻക്രണസ് സാറ്റലൈറ്റുകൾ എത്ര ഓർബിറ്റ് എടുക്കും അല്ലെങ്കിൽ എത്ര ഓർബിറ്റുകൾ കംപ്ലീറ്റ് ചെയ്യും എന്ന് വെച്ചാൽ ഓർക്കുക, 60 മിനിറ്റിൻ്റെ നമ്മുടെ ജിയോ സിൻക്രണസിൻ്റെ കാര്യം പറയുന്നത് പോലെയൊന്നും അല്ല. ഇവിടെ ഒരു 96 മുതൽ 100 മിനിറ്റ് വരെയാണ് എടുക്കുക ഒരു റൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു പീരീഡ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം പരമാവധി അല്ലെങ്കിൽ ജനറലി 14 ഓർബിറ്റുകളായിരിക്കും ഒരു സൺ സിൻക്രണസ് സാറ്റലൈറ്റ് ഭൂമിക്ക് ചുറ്റും ഉണ്ടാക്കുക. പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരു സൺ സിൻക്രണസ് സാറ്റലൈറ്റ് ഭൂമിക്ക് ചുറ്റും ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഓർബിറ്റിങ് 14 എണ്ണമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. എത്ര എണ്ണമാണ്? 14 എണ്ണം ആണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. റൈറ്റ്. The surveillance area is less than that of the geostationary satellites. Yes, കാര്യം എന്താ? ഉയരം കുറവാണ് എന്നുള്ളത് കൊണ്ട്. The repetitive collection of information of a region at regular intervals is possible. ശരിയല്ലേ? Repetitive, ഇവിടെ കണ്ടിന്യൂസ് ഡേറ്റ കളക്ഷൻ പോസിബിൾ അല്ല.
റെപ്പറ്റേറ്റീവ് ഡേറ്റ കളക്ഷൻ പോസിബിളാണ്. കാരണം 11 മണിക്ക് ഫ്രാൻസിന്റെ മുകളിലെത്തിയ ഈ സാറ്റലൈറ്റ് 11:10 ഫ്രാൻസിന്റെ മുകളിൽ നിന്ന് പോയി. അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും കറങ്ങി 14 ഓർബിറ്റ് എന്നല്ലേ പറയാം. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും ഫ്രാൻസിന്റെ മുകളിലെത്തും. ലെറ്റ്സ് സേ ഒരു 2:30 വീണ്ടും ഫ്രാൻസിന്റെ മുകളിലെത്തി. ശരിയാണോ? വീണ്ടും ഇതേ ഇന്റർവെല്ലിൽ തന്നെ 11, 2, 30, 12, 1, 2:30. അപ്പം 3.5 മണിക്കൂറിന്റെ ഗ്യാപ്പിലാണ് വീണ്ടും ഫ്രാൻസിന്റെ മുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ 2:30 ഫ്രാൻസിന്റെ മുകളിൽ എത്തിയെങ്കിൽ വീണ്ടും എപ്പോൾ എത്തും? 3:30, 4:30, 5:30, 6 PM വീണ്ടും അടുത്ത ഫ്രാൻസിന്റെ മുകളിൽ വീണ്ടും എത്തുന്നു. ഇവിടെ കിട്ടുന്നുണ്ടോ? അതായത് ഇതിനൊരു 3.5 മണിക്കൂറിന്റെ ഇന്റർവെൽ, ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ ഉദാഹരണം പറയുകയാണേ, ഇന്റർവെൽസിൽ എനിക്ക് ഫ്രാൻസിനെ തന്നെ ഒബ്സർവ് ചെയ്യാൻ പോസിബിൾ ആകുന്നത്. അപ്പോൾ ഓരോ ഇന്റർമിറ്റൻ്റ് ആയിട്ട് വിട്ടാണ് ഞാൻ ഫ്രാൻസിനെ ഒബ്സർവ് ചെയ്യുന്നത്. അതുകൊണ്ട് കണ്ടിന്യൂസ് ഒബ്സർവേഷൻ ഓഫ് ഒരു ഏരിയ ആണോ? അല്ല. ഇറ്റ് ഈസ് നോട്ട് എ കണ്ടിന്യൂസ് ഒബ്സർവേഷൻ, റാദർ ഇറ്റ് ഈസ് റെപ്പിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഗ്യാതറിംഗ്. ശരിയല്ലേ? കണ്ടിന്യൂസ് അല്ല എന്നുള്ളത് നേര് തന്നെയാണ്, പക്ഷേ റിപ്പറ്റേറ്റീവ് അല്ലേ? വീണ്ടും ഫ്രാൻസിനെ തന്നെ റിപ്പീറ്റ് ചെയ്തില്ലേ? 3.5 മണിക്കൂർ വീണ്ടും ഫ്രാൻസിനെ തന്നെ കണ്ടു, മീൻസ് അത് റിപ്പറ്റേറ്റീവ് ആണ്. വീണ്ടും 6 മണിക്ക് ഫ്രാൻസിനെ കണ്ടു, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാണ്. സോ ദ പ്ലേസസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഗാദറിംഗ് എന്ന് പറയുന്നത് ഇവിടെ റെപ്പിറ്റേറ്റീവ് ആയിട്ട് നടക്കുക. ഒരേ സ്ഥലം തന്നെ കാണുന്നു, പക്ഷെ കണ്ടിന്യൂസ് അല്ല, ഇടവിട്ട് ഒരേ സ്ഥലം തന്നെ കാണുന്ന സാഹചര്യമാണ് സൺ സിൻക്രണസിന്റെ കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. സെറ്റ് അല്ലേ? ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കളക്ഷൻ ഓഫ് ഡേറ്റ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, ലാൻഡ് യൂസ് പാറ്റേൺസ്, ഗ്രൗണ്ട് വാട്ടർ റിക്വയർമെന്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ സൺ സിൻക്രണസ് സാറ്റലൈറ്റുകൾ ഉപയോഗിക്കും. ആൻഡ് ദീസ് സാറ്റലൈറ്റ്സ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ റിമോട്ട് സെൻസിങ് പർപ്പസസ് as well. 2 സാറ്റലൈറ്റുകൾ റിമോട്ട് സെൻസിങ് പർപ്പസിന് ഉപയോഗിക്കും. ഇവനെ മാത്രമൊന്നുമല്ല ഉപയോഗിക്കുക, ബോത്ത് ഓഫ് ദം ക്യാൻ ബി യൂസ്ഡ് ഫോർ റിമോട്ട് സെൻസിങ്. അതിനകത്തൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. സാറ്റലൈറ്റ്സ് ഇൻ IRS, ഇന്ത്യൻ നമ്മുടെ റീജിയണൽ സിസ്റ്റംസ്, അതുപോലെ ലാൻഡ്സാറ്റ് കണ്ടോ, IRS, ലാൻഡ്സാറ്റ് സീരീസ്, ഇതെല്ലാം സൺ സിൻക്രണസിന് ഉദാഹരണമായിട്ട് പറയാം. ഇന്ത്യയിലുള്ള സാറ്റലൈറ്റുകൾ IRS, ലാൻഡ്സാറ്റ് ഒക്കെ സൺ സിൻക്രണസിന് ഉദാഹരണങ്ങളായിട്ട് പറയാം. ഓക്കെ, സോ ജനറലി നമ്മൾ ഇനി ഇതിനൊന്ന് സമ്മറൈസ് ചെയ്താൽ, 2 ടേബിളായിട്ട് സമ്മറൈസ് ചെയ്താൽ, ജിയോ സ്റ്റേഷനറി രണ്ടും സൺ സിൻക്രണസ് രണ്ടും സാറ്റലൈറ്റ് കാറ്റഗറിയാണ്. ഓൾറെഡി ഒരു 36,000 കിലോമീറ്റർ വരും ജിയോ സ്റ്റേഷനറിക്ക്, സൺ സിൻക്രണസിന് 700 മുതൽ 900 കിലോമീറ്റർ വരെ. കവറേജ് 1/3 ഓഫ് ദി ഗ്ലോബ്, കവറേജ് ഒരു 81 ഡിഗ്രി നോർത്ത് മുതൽ 81 ഡിഗ്രി സൗത്ത് വരെയും കവറേജ് ഉണ്ടാവും. ഓർബിറ്റൽ പീരീഡ് 24 മണിക്കൂറാണ്. അവിടെ 14 ഓർബിറ്റ്സ് പെർ ഡേ, അവിടെ ഒരു കണക്ക് പറയേണ്ട, 14 ഓർബിറ്റ്സ് പെർ ഡേ. റെസൊല്യൂഷൻ ഒരു 1 കിലോമീറ്റർ ബൈ 1 കിലോമീറ്റർ റെസൊല്യൂഷനിൽ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ കുറച്ചുകൂടെ വലുപ്പമാണ്. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം വികസിച്ച് നമുക്ക് ഈ വസ്തുവിനെ കാണാൻ പറ്റും, ഒരു ഇമേജിനെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വളരെ ഉയരത്തിൽ കൊടുത്തിരിക്കുന്ന ഇമേജ് ആയതുകൊണ്ട് തന്നെ, വളരെ ഉയരത്തിൽ കൊടുത്തിരിക്കുന്ന സാറ്റലൈറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ ഏരിയ കാണാൻ പറ്റും. അപ്പോൾ 1 കിലോമീറ്റർ ബൈ 1 കിലോമീറ്റർ പറഞ്ഞ റെസൊല്യൂഷനുള്ള ഏരിയ കാണുമ്പോൾ സൺ സിൻക്രണസ് കുറച്ചുകൂടി അടുത്തുള്ളതായതുകൊണ്ട് കുറേ കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജ് കാണാൻ പറ്റും. മീൻസ് ഒരു 182 മുതൽ 1 മീറ്റർ വരെയുള്ള റെസൊല്യൂഷൻ പോലും എനിക്ക് ഒപ്പിയെടുക്കാനായിട്ട് സൺ സിൻക്രണസ് സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് സാധിക്കും എന്നുള്ളതാണ്. യൂസ് ടെലികമ്മ്യൂണിക്കേഷൻ, വെതർ ഫോർകാസ്റ്റിംഗ് പോലുള്ളവയാണ് ജിയോ സിൻക്രണസിൽ വരിക. എർത്ത് റിസോഴ്സ് ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് സൺ സിൻക്രണസിൻ്റെ കാര്യത്തിൽ വരിക എന്നും ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? സിമ്പിളാണ്. ഇത്രയും ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാനുള്ളൂ. മുന്നോട്ട് പോകാം. സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്ങുമായി ബന്ധപ്പെട്ട ചില പദപ്രയോഗങ്ങൾ കോമൺ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ചിലരെ നമുക്കൊന്ന് മനസ്സിലാക്കണം. സ്പെക്ട്രൽ സിഗ്നേച്ചർ, സാറ്റലൈറ്റ് ഇമേജറീസ്, സ്പേഷ്യൽ റെസൊല്യൂഷൻ, നമ്മളിപ്പോൾ തന്നെ പറഞ്ഞുള്ളൂ റെസൊല്യൂഷൻ. ഇതൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കണ്ടേ? നോക്കാം. എന്താണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ? ഈ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് നമ്മൾ 2 തരത്തിൽ പറഞ്ഞല്ലോ, പണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആക്റ്റീവ് റിമോട്ട് സെൻസിങ്, അതുപോലെ പാസീവ് റിമോട്ട് സെൻസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് 2 തരത്തിൽ നമ്മൾ ഈ റിമോട്ട് സെൻസിങ് പറയാറുണ്ടെന്ന് പറഞ്ഞു. ഈ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാറ്റലൈറ്റിൽ നിന്ന് തന്നെ ഒരു എനർജി താഴെ വസ്തുവിലേക്ക് ചെന്ന് പതിച്ച് അത് റിഫ്ലക്ട് ചെയ്ത് വന്ന് കിട്ടുന്ന ഡേറ്റയെ വെച്ച് പഠിക്കുന്നതാണ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുമ്പോൾ മറ്റേതെങ്കിലും ഒരു എനർജി സോഴ്സിൽ നിന്നുള്ള റിഫ്ലക്റ്റഡ് എനർജിയെ നമ്മുടെ സാറ്റലൈറ്റ് ക്യാപ്ചർ ചെയ്തിട്ട് പഠിക്കുന്ന പരിപാടിയാണ് പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഈ 2 കൂട്ടൻ്റെ കാര്യത്തിലും പറയേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ ആക്റ്റീവ് ആയാലും പാസീവ് ആയാലും സ്പെക്ട്രൽ സിഗ്നേച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ എന്താ സ്പെക്ട്രൽ സിഗ്നേച്ചേഴ്സ്? The sensors record the electromagnetic radiation either reflected or emitted by the objects. However, each object reflects electromagnetic radiation differently. Each object reflects electromagnetic radiations differently. ഇതാണ് വസ്തുക്കളെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത്. The amount of energy reflected by each object is known as spectral signature. പറഞ്ഞ ഓർക്കുന്നുണ്ടോ? സിഗ്നേച്ചർ. എന്താ സിഗ്നേച്ചർ? സൈൻ. നമുക്ക് എല്ലാവരെയും ഇൻഡിവിജ്വാലിറ്റി തിരിച്ചറിയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് സിഗ്നേച്ചർ, ശരിയല്ലേ? ഇപ്പം ഞാൻ ബാങ്കിൽ പോയിട്ട്
ചെക്ക് ബുക്ക് ഉപയോഗിച്ച് കുറച്ച് കാശ് വിഡ്രോ ചെയ്യണം, ഞാൻ പക്ഷെ അതിനകത്ത് സൈൻ ചെയ്യണം, സിഗ്നേച്ചർ എഴുതണം. ഒന്ന്, അതൊരു അഫർമേഷനാണ്. രണ്ട്, എൻ്റെ സിഗ്നേച്ചർ എനിക്ക് മാത്രമേ ഇടാൻ പറ്റൂ എന്നുള്ളൊരു കണക്കുകൂട്ടലാണ്. അപ്പോൾ സിഗ്നേച്ചർ എന്ന് പറയുന്നത് പൊതുവെ യുണീക്ക് ആണെന്നാണ് കാഴ്ചപ്പാട്, പൊതുവെ കണക്കുകൂട്ടൽ. അപ്പോൾ ഇവിടെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ പേര് തന്നെ സിഗ്നേച്ചർ കിടപ്പുണ്ട്, അർത്ഥം ഇത് യുണീക്ക് ആണെന്നാണ്. ഒരു വീടിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കില്ല ഒരു മരത്തിന്, ആ മരത്തിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കില്ല ഒരു വാട്ടർ ബോഡിക്ക്. ഓരോ വസ്തുവും ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് വെവ്വേറെ രീതികളിലായിരിക്കും. വലിപ്പം, അതിൻ്റെ താപനില, മെറ്റീരിയൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാം നിർണ്ണയിച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന റിഫ്ലക്ഷൻസ്, എനർജി റിഫ്ലക്ഷൻസ് വേരി ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വേരിയേഷൻസ് തിരിച്ചറിഞ്ഞുകൊണ്ട് എനിക്ക് ഓരോ വസ്തുവിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. കിട്ടിയ റിഫ്ലക്ഷനിൽ ഇത്രയേ ഉള്ളൂ സംഭവം, നല്ല റിഫ്ലക്ഷൻ, ചെറിയ റിഫ്ലക്ഷൻ, അപ്പോൾ അതെന്തോ അത് എർത്താണ്, നല്ല റിഫ്ലക്ഷൻ ഉണ്ട് അപ്പോൾ അതൊരു ബിൽഡിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്ന പോസിബിലിറ്റി. അപ്പോൾ ഇങ്ങനെ ഈ റിഫ്ലക്റ്റ് ചെയ്ത് ഓരോ വസ്തുവും റിഫ്ലക്റ്റ് ചെയ്ത് വിടുന്ന എനർജീനെ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ വിളിക്കുന്ന പേരാണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുക. എന്ത് പറയുക? സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുക എന്നറിഞ്ഞിരിക്കുക. രണ്ട്, സാറ്റലൈറ്റ് ഇമേജറീസ്. ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. ദ സെൻസേഴ്സ് ഓൺ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഡിസ്റ്റിങ്ക്വിഷസ് ദി ഒബ്ജെക്റ്റ് ഓൺ ദി എർത്ത് സർഫസ് ബേസ്ഡ് ഓൺ ദെയർ സ്പെക്ട്രൽ സിഗ്നേച്ചർ ആണല്ലോ. അതായത് സാറ്റലൈറ്റിൽ ഇരിക്കുന്ന സെൻസറുകൾ, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സെൻസറുകൾ തിരിച്ചറിയും, ഈ സ്പെക്ട്രൽ സിഗ്നേച്ചർ കിട്ടുമ്പോൾ തിരിച്ചറിയും എന്ത് വസ്തുവാണ് എന്ന് തിരിച്ചറിയും. ഈ തിരിച്ചറിഞ്ഞ ഡേറ്റ ഉണ്ടല്ലോ, ഇൻഫർമേഷൻ, ഇത് ഈ ടെറസ്ട്രിയൽ സ്റ്റേഷൻസിൽ, അതായത് ഭൂമിയിലുള്ള ഈ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാനിരിക്കുന്ന സെൻറ്ററുകളിലേക്ക് ഈ ഡേറ്റനെ ഇൻപുട്ട് ചെയ്യും, അല്ലെങ്കിൽ ഡേറ്റ കൊടുക്കും. ആ കൊടുക്കുന്ന ഡേറ്റ വെച്ചിട്ട് അവിടെയുള്ള കമ്പ്യൂട്ടർ സിസ്റ്റംസും അവിടെയുള്ള സോഫ്റ്റ്വെയറും ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ കിട്ടിയ ഡേറ്റനെ ഇവരൊരു ഇമേജ് ആക്കി മാറ്റും. കിട്ടുന്നത് ഇമേജ് തന്നെയാണോ നിർബന്ധമില്ല, അല്ലെങ്കിൽ ഇമേജ് തന്നെ ആയിക്കൊള്ളട്ടെ. ഈ ഇമേജ് ഒരു പർട്ടിക്കുലർ ഏരിയയുടെ ഒരൊറ്റ ഇമേജ് ആകണമെന്ന് നിർബന്ധമില്ല. ആയിരക്കണക്കിന് ഇമേജുകൾ കൂടി ചേർന്നൊരു ഒരു മിക്സഡ് ഇമേജ് ആയിരിക്കും കിട്ടുക. അത് സാറ്റലൈറ്റിൻ്റെ സെൻസർ തിരിച്ചറിയുന്നുണ്ട്, ഇതൊരു ദ്വീപ്, ഇതൊരു ലാൻഡാണ്, ഇതൊരു ദ്വീപാണ്, ഐലൻഡാണ്, അല്ലെങ്കിൽ ഇത് വാട്ടർ ബോഡിയാണ് എന്ന് തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ അതിനെ പൂർണ്ണ രൂപത്തിലുള്ളൊരു യൂസബിൾ ഇമേജ് ആക്കി മാറ്റാൻ അദ്ദേഹത്തിന് പറ്റില്ല. ആ യൂസബിൾ ഇമേജ് ആക്കി മാറ്റുന്ന ഗ്രൗണ്ട് സ്റ്റേഷനിലിരിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് നമ്മൾ GIS, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റംസ് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടൊക്കെ. അതിൽ തന്നെ ഒരുപാട് സോഫ്റ്റ്വെയറുകളും മറ്റുമൊക്കെ ഉണ്ട്. ഓപ്പൺ സോഫ്റ്റ്വെയറുകളുണ്ട്, പെയ്ഡ് സോഫ്റ്റ്വെയറുകളുണ്ട്, ഇങ്ങനെ പല സംവിധാനങ്ങളും ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിന് യൂസബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റയാക്കി മാറ്റിയെടുക്കും. അങ്ങനെ യൂസബിൾ ആയിട്ടുള്ള ഡേറ്റയാക്കി മാറ്റിയെടുക്കുന്ന പരിപാടിനെയാണ് നമ്മൾ സാറ്റലൈറ്റ് ഇമേജറി എന്ന് പറയുന്നത്. അതിന് എന്ത് പറയുക? സാറ്റലൈറ്റ് ഇമേജറി എന്ന് പറയാമെന്നറിയിരിക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ഇന്റർപ്രറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് കൺവേർട്ടഡ് into picture format, and these are called as satellite imageries. ഇത് യൂസ്ഫുൾ ആണ്. മൂന്നാമത്തെ ആളെന്താ? സ്പേഷ്യൽ റെസൊല്യൂഷൻ. The size of the smallest object on Earth's surface that can be recognized by the sensor is called as spatial resolution of the sensor. അതായത് ഭൂമിയിലുള്ള ഒരു വസ്തുവിൻ്റെ ഏറ്റവും ചെറിയ, എത്ര വലിപ്പമുള്ള ഒരു വസ്തുവിനെ വരെ എൻ്റെ സാറ്റലൈറ്റിലിരിക്കുന്ന സെൻസർ ഉപയോഗിച്ച് എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമോ? അതാണ് ആ സാറ്റലൈറ്റിൻ്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് 1 മീറ്റർ വലിപ്പമുള്ള ഒരു വസ്തുവിനെ വരെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സ്പേഷ്യൽ റെസൊല്യൂഷൻ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാലോ എനിക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ്. വലുത് ഞാൻ കണ്ടുപിടിക്കും, വലിയ ഏരിയ കണ്ടുപിടിക്കുന്നുണ്ടാവും. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് 1 കിലോമീറ്റർ എങ്കിലും ഉണ്ടെങ്കിലേ എനിക്കതിനെ ഡിറ്റക്ട് ചെയ്യാൻ പോലും പറ്റൂ. അല്ലെങ്കിൽ 1 കിലോമീറ്ററിനെയാണ് എനിക്ക് ഏറ്റവും കുറഞ്ഞത് നിർണ്ണയിക്കാനായിട്ട് സാധിക്കുക എൻ്റെ സെൻസർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതിനെയാണ് സ്പേഷ്യൽ റെസൊല്യൂഷൻ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിലിംഗ് ഉള്ളൊരു ചിത്രം കിട്ടണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ചെറുതായിരിക്കണം. ശരിയല്ലേ? അതായത് 1 മീറ്റർ സ്പേഷ്യൽ റെസൊല്യൂഷനുള്ള ഇമേജ് ആയിരിക്കുമോ, 1 കിലോമീറ്റർ സ്പേഷ്യൽ റെസൊല്യൂഷനുള്ള ഇമേജ് ആയിരിക്കുമോ കൂടുതൽ ഡീറ്റെയിലിംഗ് തരിക? 1 മീറ്റർ സ്പേഷ്യൽ റെസൊല്യൂഷനുള്ള ഇമേജ് ആയിരിക്കും. കാര്യം പിടികിട്ടുന്നുണ്ടോ? കാരണം ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് 1 മീറ്റർ വരെ അതിനകത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ 1 മീറ്റർ വീതിയുള്ള, ഒരു 3 മീറ്റർ നീളവും 10 മീറ്റർ വീതിയും ഉള്ള ഒരു കെട്ടിടമാണെങ്കിൽ ആ കെട്ടിടം സുഖമായിട്ട് എനിക്ക് ഈ 1 മീറ്റർ സ്പേഷ്യൽ റെസൊല്യൂഷനുള്ള സെൻസർ ഉപയോഗിച്ചിട്ട് ആ ബിൽഡിങ്ങിനെ കാണാൻ പറ്റും. 1 കിലോമീറ്റർ ആണ് സ്പേഷ്യൽ റെസൊല്യൂഷൻ എങ്കിൽ എനിക്കൊരു ബിൽഡിങ്ങിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരു ബിൽഡിങ്ങിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമോ? പാടാം. ബിൽഡിങ്ങുകളുടെ കൂട്ടം ഡിറ്റക്ട് ചെയ്യാം. 1 കിലോമീറ്റർ റേഡിയസിൽ വരുന്ന ബിൽഡിങ്ങുകൾ ഒരുമിച്ച് അവിടെ കുറേ ഇരിക്കുന്നു എന്നുള്ള അറിയാൻ പറ്റുന്നില്ലാണ്ട് ഒരു ബിൽഡിങ്ങിനെ എനിക്ക് നിർണ്ണയിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്, പറ്റത്തില്ല. അല്ലെങ്കിൽ 1 കിലോമീറ്റർ കൂടുതൽ വലിപ്പമുള്ള ബിൽഡിംഗ് ആയിരിക്കണം അത്. മനസ്സിലാവുന്നുണ്ടോ? ദിസ് ഇസ് ദി ഡിഫറൻസ്. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ കൂടുതൽ ക്ലാരിറ്റി ഉള്ള ചിത്രം, കൂടുതൽ ഡീറ്റെയിലിംഗ് ഉള്ള ചിത്രം എന്ന് പറയുമ്പോൾ സ്പേഷ്യൽ റെസൊല്യൂഷൻ കുറഞ്ഞിരിക്കണം. സ്പേഷ്യൽ റെസൊല്യൂഷൻ കൂടുതൽ എന്ന് പറഞ്ഞാൽ
വലിപ്പമേറിയ ചിത്രമായിരിക്കുമെന്ന് സാരം. ഇപ്പോൾ ഇന്ത്യയുടെ മൊത്തം എനിക്കിപ്പോൾ ഇന്ത്യയുടെ ഭൂപ്രകൃതി മൊത്തത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചിത്രം എടുക്കണമെങ്കിൽ എനിക്കൊരിക്കലും ഞാൻ സ്പേഷ്യൽ റെസൊല്യൂഷൻ കുറഞ്ഞെടുക്കത്തില്ല. അവിടെ സ്പേഷ്യൽ റെസൊല്യൂഷൻ കൂടിയൊരു ചിത്രം മതി. ഇന്ത്യ മൊത്തത്തിൽ കവർ ചെയ്യണം. എനിക്ക് തിരുവനന്തപുരം ടൗണിനുള്ളിലുള്ള കുറച്ച് ഡീറ്റെയിൽസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സ്പേഷ്യൽ റെസൊല്യൂഷൻ കുറഞ്ഞ ചിത്രം വേണം. കാര്യം പിടികിട്ടുന്നുണ്ടല്ലോ. ദാറ്റ്സ് ദ ഡിഫറൻസ്. Sensors having high spatial resolution can represent object with a greater clarity. Okay, sensors having high spatial resolution. അതായത് സ്പേഷ്യൽ റെസൊല്യൂഷൻ്റെ വാല്യൂ കുറഞ്ഞിരിക്കുന്നതാണ് ഹൈ സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുക. Can represent object with a greater clarity. However, as spatial resolution decreases, satellite pictures are more areas are pictured. So it represents objects with a less quality. ഇതുപോലെ സ്പേഷ്യൽ റെസൊല്യൂഷൻ 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത് വളരെ വലുപ്പമുള്ള വസ്തുക്കളെയാണ് കാണിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്, മനസ്സിലാക്കിയിരിക്കുക. യെസ്, നെയിം ഓഫ് ദ സാറ്റലൈറ്റ്സ് ആൻഡ് ദെയർ സ്പെഷ്യൽ റെസൊല്യൂഷൻ ആർ ഗിവൺ ബിലോ. ഇത് ഒന്ന് അറിഞ്ഞിരുന്നോണേ, ചിലപ്പോൾ ചോദിക്കാവുന്നതാണ്. ലാൻഡ്സാറ്റ് ഒരു മൾട്ടി സ്പെക്ട്രൽ, ലാൻഡ്സാറ്റ് 1, 2, 3, 4, 5 ഏത് ലാൻഡ്സാറ്റ് ആയാലും അതൊരു മൾട്ടി സ്പെക്ട്രൽ സ്കാനറാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സെൻസർ. ഈ ഇൻഫർമേഷൻസ് ഉൾപ്പെടെ നിങ്ങൾ പഠിച്ചു പോകണം. സ്പെഷ്യൽ റെസൊല്യൂഷൻ സ്ക്വയർ മീറ്ററിൽ 79 സ്ക്വയർ മീറ്റർ ആണ്, 79 സ്ക്വയർ മീറ്റേഴ്സ്. ഓക്കെ. 2 സ്പോട്ട്, പാൻക്രോമാറ്റിക് ക്യാമറയാണ് ഉപയോഗിച്ചിരിക്കുന്ന സ്പോട്ട് എന്ന് പറയുന്ന സാറ്റലൈറ്റിനകത്ത്. അതിൻ്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ 20 ആണ്. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് കിട്ടുന്നുണ്ടാവുമായിരിക്കും. IRS PAN-LIS 3 എന്ന് പറയുന്ന സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്ന. സ്പേഷ്യൽ റെസൊല്യൂഷൻ 5.8 ആണ്. ഇറ്റ്സ് വെരി ക്ലിയർ. GeoEye പാൻക്രോമാറ്റിക് മൾട്ടി സ്പെക്ട്രൽ ക്യാമറ ഉപയോഗിച്ചിരിക്കുന്നു. സ്പേഷ്യൽ റെസൊല്യൂഷൻ 0.46 എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതിനകത്ത് ഈ ഒരു ഓർഡറെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഏറ്റവും സ്പേഷ്യൽ റെസൊല്യൂഷൻ്റെ വാല്യൂ നമ്പർ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ലാൻഡ്സാറ്റിലാണ്. സ്പോട്ടിൽ കുറവാണ്, IRS കുറവാണ്, GeoEye അതിലും കുറവാണ്. ജസ്റ്റ് ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത് കൊണ്ട് ഇത് റിപ്പീറ്റ് ചെയ്യാനൊക്കെ ഉള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ടെക്സ്റ്റ് ഇല്ലാത്ത സാധനമൊന്നും അല്ലാന്ന് PSCക്ക് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. വാട്ട് ഈസ് സ്വാത്ത്? സ്വാത്തിനെ പറ്റി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞു. എന്താ സ്വാത്ത്? റിമോട്ട് സെൻസിങ്ങിനകത്ത് സ്വാത്ത് എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിക്കാറുണ്ട്. പണ്ട് ഇതെ പറ്റിയിട്ടൊന്നും ആൾക്കാർ പഠിക്കലൊന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ ചോദ്യങ്ങൾക്കകത്ത് സ്വാത്ത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ PSCക്ക് ചോദിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പഠിക്കല്ലാണ്ട് നിവൃത്തിയില്ല. ഇൻ റിമോട്ട് സെൻസിങ് എ സ്വാത്ത് ഈസ് ദ സ്ട്രിപ്പ് ഓർ ഏരിയ ഓഫ് എർത്ത് സർഫസ് ദാറ്റ് എ സാറ്റലൈറ്റ് സെൻസർ ഒബ്സർവ് ഓർ ഇമേജസ് ആസ് ഇറ്റ് മൂവ്സ് അലോങ് ഇറ്റ്സ് ഓർബിറ്റ്. ഒരു സാറ്റലൈറ്റ് അതിൻ്റെ ഓർബിറ്റിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് പിന്നെ എർത്തിൻ്റെ ഏത് പ്രദേശമാണോ ഈ സാറ്റലൈറ്റിൻ്റെ സെൻസറുകൾ ഒബ്സർവ് ചെയ്യുന്നത് ആ പ്രദേശത്തെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് സ്വാത്ത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ട് ഇമേജിങ് എടുക്കുന്ന ഏരിയ ഇല്ലേ, ആ ഏരിയനെ വിളിക്കുന്ന പേരാണ് സ്വാത്ത് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, യൂസസ് ഓഫ് റിമോട്ട് സെൻസിങ് ടെക്നോളജി. എന്താണ് റിമോട്ട് സെൻസിങ് കൊണ്ടുള്ള ഉപയോഗം എന്നുള്ളതാണ്. ഒരുപാട് ഉപയോഗങ്ങളുണ്ട് റിമോട്ട് സെൻസിങ്ങിൻ്റെ. ഓരോന്നായിട്ട് അക്കമിട്ടൊന്ന് എഴുതുക. നിങ്ങളിത് ജനറലായിട്ട് പറയുന്നതാണ്, ഇതിനകത്ത് വലിയ എക്സാം പെർസ്പെക്റ്റീവ് ഇല്ല. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഫോർ ദി അസസ്മെൻറ്റ് ഓഫ് വെതർ ഒബ്സർവേഷൻസ്, ശരിയല്ലേ? കാലാവസ്ഥാ സംബന്ധമായിട്ടുള്ള വസ്തുതകളെ തിരിച്ചറിയുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഫോർ ഓഷൻ എക്സ്പ്ലോറേഷൻ, സമുദ്രം എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ടു അണ്ടർസ്റ്റാൻഡ് ദ ലാൻഡ് യൂസ് ഓഫ് എൻ ഏരിയ, ഒരു പ്രദേശത്തിൻ്റെ ഭൂവിനിയോഗം എങ്ങനെ ചെയ്യണം എന്നുള്ളത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ഫോർ മോണിറ്ററിങ് ഫ്ലഡ് ആൻഡ് ഡ്രോട്ട്, വരൾച്ചയും പ്രളയവും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട്, അതേപ്പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ഫോർ ഐഡൻറ്റിഫൈയിങ് ഫോറസ്റ്റ് ഫയർ ഇൻ ഡീപ്പ് ഫോറസ്റ്റ് ആൻഡ് ടു അഡോപ്റ്റ് കൺട്രോൾ മെഷേഴ്സ്, ശരിയല്ലേ? വന്യ മേഖലകളിൽ പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കാത്ത ഇൻആക്സസിബിൾ ഏരിയാസിലൊക്കെ പഠനം നടത്തുന്നതിന് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്, പ്രത്യേകിച്ച് വാസ്റ്റ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ അത് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് ആണ്. ടു കളക്ട് ഡേറ്റ റിഗാർഡിംഗ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ക്രോപ്സ് ആൻഡ് സ്പ്രെഡ് ഓഫ് പെസ്റ്റ് അറ്റാക്ക്. ഗ്രീൻ കവറും പെസ്റ്റ് അറ്റാക്കും ക്രോപ്പ് കവറും ക്രോപ്പ് എക്സ്റ്റെൻറ്റും ഒക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ആരും ഉപയോഗിക്കാം, റിമോട്ട് സെൻസിങ് ഉപയോഗിക്കാം. അതൊക്കെ അപ്പോൾ അഗ്രികൾച്ചറൽ സെക്ടറിൽ എവിടെ ഉപയോഗിക്കുന്നു, ഇന്ന സെക്ടറുകളിൽ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്നൊക്കെ നിങ്ങൾ ഇതിനകത്ത് ജനറലൈസ് ചെയ്തെടുത്തോണം. ഓയിൽ എക്സ്പ്ലോറേഷൻസ്, ടു ലൊക്കേറ്റ് ഗ്രൗണ്ട് വാട്ടർ പൊട്ടൻഷ്യൽ പ്ലേസസ്, ഫോർ സ്റ്റഡിങ് അബൌട്ട് അർബനൈസേഷൻ, നഗരവൽക്കരണം, ഒബ്സർവിങ് പൊല്യൂഷൻ, അല്ലേ, ഈ മലിനീകരണം ഒബ്സർവ് ചെയ്യുന്നതിന്. ടു ദ സമ്മറൈസ്ഡ് ഇമേജ് ഓഫ് ലാർജ് ലാൻഡ് ഏരിയ ഈസ് ഒബ്റ്റെയിൻഡ് ഇൻ എ വെരി ഷോർട്ട് ടൈം. നമ്മളിപ്പോൾ ഈ കയ്യിലുള്ള ടെറസ്ട്രിയൽ ആയിട്ടുള്ള ഓരോ ഉപകരണം ഉപയോഗിച്ചൊരു വലിയ ഏരിയയുടെ സർവേ നടത്താൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കുന്ന പ്രോസസ്സ് സാറ്റലൈറ്റ് ഇമേജറി ഉപയോഗിച്ചാണെങ്കിൽ വളരെ നിഷ്പ്രയാസം, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. അവിടെ ഒരു ടൈംലി അഡ്വാൻറ്റേജ് ഉണ്ട്, അല്ലേ? സമയത്തിൻ്റെ വിനിയോഗം വളരെ കുറച്ച് മതി വലിയ ഏരിയകൾ ഒബ്സർവ് ചെയ്യുന്നതിനെന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ ചേഞ്ചസ് ഒക്കേർഡ് ഓവർ ഡിഫറെൻറ്റ് പീരിയഡ്സ്. പല സമയത്ത് പല മേഖലകളിൽ ഉണ്ടായ ചേഞ്ചസിനെ, വ്യത്യസ്തതകളെ തിരിച്ചറിയാനായിട്ട് ഞാൻ ഈ പറയുന്ന പഠനം സഹായിക്കും. ഇറ്റ് പ്രൊവൈഡ്സ് ഒബ്ജക്ട് സ്പെസിഫിക് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ഒബ്സർവ്ഡ് ഒബ്ജക്റ്റ് ഓർ ഫിനോമിന. സ്പെസിഫിക് ഇൻഫർമേഷൻസ് തരുന്നു എന്നാണ്, ജനറലാണ്, അത് വേണ്ട. ഇറ്റ് ഈസ് പോസിബിൾ ടു കണ്ടക്ട് എ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഫ്രം സെയിം ഡേറ്റ സോഴ്സ്.
അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്ത സമയങ്ങളിലുള്ള ഡേറ്റ എനിക്കൊരു പ്രദേശത്തിൻ്റെതായി ബന്ധപ്പെട്ട് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് കമ്പാരിറ്റീവ് സ്റ്റഡി ഒരേ ആളിൽ നിന്ന് തന്നെ എടുത്ത ഡേറ്റ ഉപയോഗിച്ച് തന്നെ എനിക്ക് കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താൻ പറ്റും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 3.5 മണിക്കൂർ ഇൻ്റർവെല്ലിൽ ഫ്രാൻസിൻ്റെ മുകളിലൂടെ പോയ സാറ്റലൈറ്റ് ഈ 3.5 മണിക്കൂർ വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യങ്ങളിലുള്ള ഫ്രാൻസിൻ്റെ കണ്ടീഷനെയാണ് എനിക്ക് ചിത്രമാക്കി തന്നത്. അപ്പോൾ എനിക്ക് ഈ 3.5 മണിക്കൂർ മുമ്പുള്ള ഫ്രാൻസും 3.5 മണിക്കൂറിന് ശേഷമുള്ള ഫ്രാൻസിൻ്റെ ഡീറ്റെയിലിംഗ് കമ്പയർ ചെയ്യാൻ പറ്റും. 3.5 മണിക്കൂർ വെച്ചല്ല കമ്പയർ ചെയ്യുക, ലോങ് ടേം കമ്പാരിസൺ ആണ്, ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. The images obtained through satellites are repeated systematically at specific intervals. അതുപോലെ ഇൻഫർമേഷൻ ക്യാൻ ബി കളക്റ്റഡ് ഇൻ എ വെരി ഷോർട്ട് ടൈം. ഓൾറെഡി നമ്മളത് പറഞ്ഞതാണ്, വെരി ഷോർട്ട് ടൈം കൊണ്ട് ഇൻഫർമേഷൻ ഗ്യാതറിങ് പറ്റും എന്നുള്ളത്. റൈറ്റ്. അപ്പോൾ ഇതൊക്കെ റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള റിമോട്ട് സെൻസിങ്ങിൻ്റെ വളരെ കോമൺ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്ന രീതിയിൽ വിളിക്കാവുന്നതാണ്. റിമോട്ട് സെൻസിങ്ങിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ അറിയുന്ന കാര്യമാണ്. ഒന്ന്, ഇറ്റ് റിക്വയർസ് എ സോഴ്സ് ഓഫ് എനർജി. രണ്ട്, the transfer of energy from source to the earth's surface. 3, interaction of energy with earth's surface. 4, propagation of energy through the atmosphere. 5, detection of the reflected energy through the sensors. എന്താ അതിനെ പറയുക, നമ്മുടെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്ന പരിപാടി. 6, കൺസർവേഷൻ ഓഫ് റിസീവ്ഡ് എനർജി ഇൻ ടു ഫോട്ടോഗ്രാഫിക് ഡിജിറ്റൽ ഡേറ്റ ഫോം. 7, എക്സ്ട്രാക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദ ഡേറ്റ. 6, 7 ഒക്കെ ചെയ്യുന്നത് ഗ്രൗണ്ട് സ്റ്റേഷനിലാണ്. 8, ട്രാൻസ്ഫർമേഷൻ ഓഫ് ഇൻഫർമേഷൻ ഇൻ ടു മാപ്പ് ആൻഡ് ടാബുലാർസ്. ഏറ്റവും അവസാനത്തെ പരിപാടിയാണ്. ഇതാണ് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റിമോട്ട് സെൻസിങ് പ്രോസസ്സുകൾ അടങ്ങുന്ന പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റുക. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അണ്ടർസ്റ്റാൻഡിങ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. വല്ലാണ്ട് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെയാണ് അപ്പോൾ അതിൻ്റെ സ്റ്റേജസ് ഓഫ് റിമോട്ട് സെൻസിങ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. മുന്നോട്ട് പോകുമ്പോൾ റിമോട്ട് സെൻസിങ് ഇന്ത്യയിലെ റിമോട്ട് സെൻസിങ്ങുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററിയും അതിൻ്റെ ഡീറ്റെയിലിങ്ങും റിമോട്ട് സെൻസിങ്ങിൽ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളൊക്കെ നമുക്ക് ഒന്ന് നോക്കി പോകേണ്ടതുണ്ട്. അതാണ് നമ്മളിത് നോക്കുന്നത്. ദ യൂസ് ഓഫ് ഇന്ത്യൻ ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് ബിഗാൻ വിത്ത് ഡെൽറ്റ ഇമേജറി ഇൻ ഇയർ 1924. 1924 ഡെൽറ്റ ഇമേജറിയോടുകൂടിയാണ് ഇന്ത്യയിൽ ഈ ഏരിയൽ ഫോട്ടോഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം ആരംഭിക്കുന്നത്. ഫോട്ടോ ഇൻ്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് was established at Dehradun in 1966 for analyzing and studying aerial photographs. ഇങ്ങനെ ഏരിയൽ ഫോട്ടോഗ്രാഫി ഉപയോഗിച്ച് കിട്ടുന്ന ഫോട്ടോഗ്രാഫുകൾ പഠനം നടത്തുന്നതിന് 1966 ഡെറാഡൂണിൽ, എവിടെയാണ്, ഡെറാഡൂണിൽ ഫോട്ടോ ഇൻ്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നു. Later, this institute became the Indian Institute of Remote Sensing. നിങ്ങൾക്ക് ഇപ്പോൾ അറിയാവുന്ന, ഇന്ന് വളരെ ഫേമസ് ആയിരിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് എന്ന പേരിൽ അറിയപ്പെട്ട സ്ഥാപനം മുൻപ് 1966 ഫോട്ടോ ഇൻ്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ് ആരംഭിച്ച സ്ഥാപനമായിരുന്നു. 1966 1966. നിലവിലും ഈ പറയുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് അപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കണം, ഡെറാഡൂണിൽ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്ങിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അല്ലെങ്കിൽ മറുപടി എന്ന് പറയുന്നത് ഡെറാഡൂണാണ്. ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് വേറെയുണ്ട്, ഇതിപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് അതെവിടെയാണ്, ഡെറാഡൂണാണ്. മാറിപ്പോവേ വേറൊരു സാധനം ഹൈദരാബാദുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. ഹൈദരാബാദ് ഒരു സാധനമുണ്ട്, ഡെറാഡൂണിലും ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോരുത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് IIRS, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് ഡെറാഡൂണിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് ഡെറാഡൂണിലാണ്. നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി വരുന്നത് അതാണ് ഹൈദരാബാദ്. അത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. ശരി. The satellite remote sensing in India began with the launch of satellites Bhaskara 1 and 2 in 1970. 1966 എന്തായാലും സെൻറ്റർ തുടങ്ങി ഫോട്ടോ ഇമേജറി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള. 1970 ഭാസ്കര 1, ഭാസ്കര 2 പോലുള്ള സാറ്റലൈറ്റുകളുടെ വിക്ഷേപണത്തിന് ശേഷം ഇന്ത്യയുടേതായ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള വിദൂര സംവേദനം ആരംഭിക്കുന്നു. The early name of the National Remote Sensing Center, അതിൻ്റെ പേരാണ് നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി. ഇന്ന് അറിയപ്പെടുന്ന നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ അല്ലെങ്കിൽ നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി എന്നറിയപ്പെടുന്ന മേഖല പണ്ട് അറിയപ്പെട്ടിരുന്ന പേര് നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി എന്നാണ്. നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ പണ്ടത്തെ പേരാണ് നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ദ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO, ഇതാണ് ഞാൻ പറയാം ഹൈദരാബാദ് അല്ലേ, ഇത്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ISRO, അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് ആപ്ലിക്കേഷൻ ആർ കോൺസ്റ്റൻ്റ്ലി എൻഗേജ്ഡ് ഇൻ മേക്കിംഗ് യൂസ് ഓഫ് ദ റിമോട്ട് സെൻസിങ് ഫോർ ദ വെൽഫെയർ ഓഫ് സൊസൈറ്റി. അറിയാം. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് എവിടെയാണ്, ബാംഗ്ലൂർ. അന്തരീക്ഷ ഭവൻ എന്ന് പറയും, കർണാടകത്തിൽ ബാംഗ്ലൂരാണ് അല്ലേ. ആരുടെ ആസ്ഥാനം, ISROയുടെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഈ സ്പേസ് ആപ്ലിക്കേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് സ്പേസ് ആപ്ലിക്കേഷൻ്റെ എവിടെയാണ്, അത് അഹമ്മദാബാദാണ്. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്ങിൻ്റേത് ഡെറാഡൂണാണ്, ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണാണ്.
The complete responsibility of collecting, storing, processing, and distributing the data made available by Indian remote sensing satellites are vested in the hands of National Remote Sensing Center. ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് ഡെറാഡൂണിലുള്ളത് അവിടെ നിൽക്കുന്ന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ കൂടിയും ഈ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, എന്തിൻ്റെ റെസ്പോൺസിബിലിറ്റി? ഫോർ കളക്ടിങ്, സ്റ്റോറിങ്, പ്രോസസ്സിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിങ് ദി ഡേറ്റ. കിട്ടുന്ന ഡേറ്റയെ കളക്ട് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നതിന്, പ്രോസസ്സ് ചെയ്യുന്നതിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനുമൊക്കെയുള്ള റിമോട്ട് സെൻസിങ് ഡേറ്റ സാറ്റലൈറ്റുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിനും അത് സ്റ്റോർ ചെയ്യുന്നതിനും അത് പ്രോസസ്സ് ചെയ്യുന്നതിനും വിതരണം ചെയ്യുന്നതിനുമൊക്കെയുള്ള അനുമതി, അതിനൊക്കെയുള്ള അധികാരമുള്ളത് ആർക്കാണെന്നറിയോ? അത് നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിനാണ്. ആർക്കാണ്? നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിനാണ്. നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം ഹൈദരാബാദ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം ഹൈദരാബാദ്. പഴയ പേര് നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി, NRSA. അത്രേ ഉള്ളൂ ഡിഫറൻസ് രണ്ടും തമ്മിൽ കേട്ടോ. The United States successfully launched the satellites from Landsat 1 to Landsat 7. Landsat 1 മുതൽ 7 വരെ US സക്സസ്ഫുള്ളി സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തു, റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകൾ. Many other countries also adopted satellite based on remote sensing technology. India successfully launched various satellites such as Cartosat, Resourcesat, Oceansat എന്നീ പറയുന്ന പല സാറ്റലൈറ്റുകൾ നമ്മളും വിക്ഷേപിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. Landsat US-ൻ്റെ 1 to 7 പറയുന്നുണ്ട്. നമ്മുടെ സാറ്റലൈറ്റുകളെ കാർട്ടോ, റിസോഴ്സ്, ഓഷൻസാറ്റ് തീർന്നിട്ടില്ല. ഇനി അങ്ങോട്ട് നമ്മൾ അതിൻ്റെ ലിസ്റ്റ് ഓരോന്നോരോന്നായിട്ട് പഠിക്കും. അതുപോലെ ഏരിയൽ ഫോട്ടോഗ്രാഫി ബിഗാൻ ഇൻ ഇന്ത്യ ആഫ്റ്റർ ഗെയിനിങ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് ഒക്കെ ഉണ്ടായതിനു ശേഷം നമ്മൾ ഈ പറയുന്ന ഏരിയൽ ഫോട്ടോഗ്രാഫീനെ പറ്റിയിട്ട് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതും ചെയ്യുന്നു. ഏജൻസീസ് റെസ്പോൺസിബിൾ കണ്ടക്ടിങ് ഏരിയൽ സർവേ ഇൻ ഇന്ത്യ ആർ: 1 ഇന്ത്യൻ എയർഫോഴ്സ്, 2 ഇന്ത്യൻ എയറോസ്പേസ് കമ്പനി കൊൽക്കത്തയിലുള്ള, 3 നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ, ഇന്നത്തെ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ. അപ്പോൾ ഇന്ത്യയിൽ ഏരിയൽ സർവേകൾ കണ്ടക്ട് ചെയ്യാൻ നിർബന്ധിതനായിരിക്കുന്ന അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിരിക്കുന്ന നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്ന ഏജൻസികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, 1 ഇന്ത്യൻ എയർഫോഴ്സിന് അതിനുള്ള അധികാരമുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും ഫൈറ്റർ ജെറ്റുകളും എയർക്രാഫ്റ്റുകളും ധാരാളമുള്ള ഇന്ത്യൻ എയർഫോഴ്സ് അത് വിനിയോഗിക്കാറുണ്ട്. ഇന്ത്യൻ എയറോസ്പേസ് കമ്പനി എന്ന് പറഞ്ഞിട്ട് കൊൽക്കത്ത ബേസ് ചെയ്തിട്ടൊരു ഇന്ത്യൻ എയറോസ്പേസ് കമ്പനി എന്ന സ്ഥാപനമുണ്ട്. അതുപോലെ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിനും ഇത്തരത്തിൽ ഏരിയൽ ഫോട്ടോഗ്രാഫി ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഫോട്ടോഗ്രാഫിയും ഏരിയൽ സാറ്റലൈറ്റുകളും മറ്റും ഒക്കെ ബഹിരാകാശത്തേക്ക് പോയി ഡേറ്റ കളക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് തരുന്ന പക്ഷം നമ്മൾ ഈ ഡേറ്റയെ പ്രോപ്പറായിട്ട് വിനിയോഗിച്ച് ആൾക്കാർക്ക് ഉപയോഗമുള്ള മെറ്റീരിയലാക്കി മാറ്റിക്കൊടുക്കുക എന്നൊരു ആവശ്യകത കൂടി ഉണ്ട്. അതിനാണ് ഈ നമ്മുടെ ISRO ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുന്നത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഗൂഗിൾ മാപ്പ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ജിയോ പോർട്ടൽ പ്ലാറ്റ്ഫോം ഇന്ത്യക്കും ഉണ്ട് തനതായിട്ട്. അതിൻ്റെ പേരാണ് ഭുവൻ. എന്താണ് അതിൻ്റെ പേര്? ഭുവൻ. എന്താണ് ഭുവൻ? ഭുവൻ ഈസ് എ സാറ്റലൈറ്റ് ബേസ്ഡ് ജിയോ പോർട്ടൽ പ്ലാറ്റ്ഫോം ഡെവലപ്ഡ് ബൈ ISRO for the purpose of preparing maps of Indian territory by using its own satellites. ഇന്ത്യയുടെ തന്നെ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് പർട്ടിക്കുലർലി ഇന്ത്യൻ ടെറിട്ടറിയുമായി ബന്ധപ്പെട്ട മാപ്പും മറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനു വേണ്ടി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ISRO വികസിപ്പിച്ചെടുത്ത ഒരു ജിയോ പോർട്ടൽ പ്ലാറ്റ്ഫോമാണ്. ജിയോ എന്ന് പറയുന്നത് റിലയൻസ് ജിയോ അല്ല, GEO, ജിയോ, ഭൂമിയുടെ ജിയോ പ്ലാറ്റ്ഫോമാണ് ഭുവൻ. Basically, it is a remote sensing image portal. Basically, it is a remote sensing image portal. The prime function of Bhuvan is to prepare online maps by the maximum utilization of GIS and the remote sensing technologies. Satellites belonging to IRS service are used for data collection. അപ്പോൾ ഭുവനിൽ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാറ്റലൈറ്റുകൾ, ഡേറ്റ കളക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ് ഏതിൽപ്പെടുന്നതാണ്, ഏത് ഇനത്തിൽപ്പെടുന്നതാണ്? IRS സർവീസിൽ പെടുന്നത് അല്ലേ? IRS സാറ്റലൈറ്റുകളിൽ നിന്നാണ് ബേസിക്കലി ഭുവൻ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. The map making facilities available with Bhuvan are more efficient than that of Google Earth and Wikimapia. അപ്പോൾ Wikimapia, Google Earth എന്നിവ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന മാപ്പുകളെക്കാൾ ഇഫക്റ്റീവാണ് ഭുവനിൽ നിന്നുള്ള ഡേറ്റ എന്നാണ് പറയുക. കാരണം പർട്ടിക്കുലർലി ഈവൻ പിന്നെ ഇന്ത്യൻ്റെ കാര്യം മാത്രം ഡീറ്റെയിൽ ചെയ്താൽ മതി എന്നുള്ളൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. നോക്കണം, പരീക്ഷിച്ച് നോക്കണം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഭംഗിയുള്ള നമ്മുടെ സ്പേഷ്യൽ അനാലിസിസിന് പറ്റുന്ന ഒരു പരിപാടിയാണ് ഭുവൻ. Bhuvan can prepare very precise maps since the spatial resolution of the photograph made available by Bhuvan is 10 meters. ഇന്ത്യ എന്ന രാജ്യം മുഴുവൻ കാണാൻ സാധിക്കുന്ന ഒരു സാറ്റലൈറ്റിൻ്റെ അല്ലെങ്കിൽ ആപ്ലിക്കേഷനായ ഭുവനിൻ്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ 10. ഇന്ത്യ മാത്രമല്ല കേട്ടോ, ഇന്ത്യക്ക് പുറത്തും കാണാനൊക്കെ പറ്റും. ഇന്ത്യ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഭുവൻ ഉപയോഗിച്ച് എന്നൊന്നുമില്ല. ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങൾ കാണാനൊക്കെ പറ്റും. ഇന്ത്യയാണ് പ്രൈം ഫോക്കസ്. ഇതിൻ്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ നോക്കണം. ഇത് ചോദിക്കാവുന്നതാണ്. ഭുവൻ എന്ന ആപ്ലിക്കേഷൻ്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ 10 മീറ്റർ ആണ്. അതായത് ഇവൻ ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇവന് കാണാൻ പറ്റുന്ന ചിത്രങ്ങൾ 10 മീറ്റർ വലിപ്പം വരെയുള്ള വസ്തുവിനെ പോലും ഭുവനിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ടേബിൾ ചെയ്യാനും പറ്റും.
Let us have a glance at the services provided by Bhuvan. ഏതൊക്കെയാണ്? The following facilities can be availed by visiting the web portal. നമ്മുടെ ഭുവൻ എന്ന ആപ്ലിക്കേഷൻ വെബ് പോർട്ടലിൻ്റെ ഇതൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. ഭുവൻ 2D വിഷ്വലൈസേഷൻ ഉണ്ട്, ഭുവൻ 3D ഉണ്ട്, 3 ഡയമെൻഷണൽ വിഷ്വലൈസേഷൻ ഉണ്ട്. അതുപോലെ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ക്ലൈമറ്റ്, എൻവയോൺമെൻറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സപ്പോർട്ട്, ഓഷൻ സർവീസസ്, അഗ്രികൾച്ചർ ബന്ധപ്പെട്ട സർവീസുകൾ, ഇതെല്ലാം നമുക്ക് ഭുവനിൽ നിന്ന് ഒരു ഇൻഡിവിജ്വലിന് പോലും, ഒരു കോമൺ ഇന്ത്യൻ സിറ്റിസന് പോലും ആക്സസ് ചെയ്യാവുന്ന ഡീറ്റെയിൽസ് ആണ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ആണ്. ഓക്കെ, സോ അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ് ഈ പറയുന്ന ഭുവൻ എന്നതിൽ സംശയമൊന്നും വേണ്ട. ഈ ഭുവനെ പറ്റിയിട്ടൊക്കെ കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും, ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാനും, ഭൂമിയെ പറ്റി പഠിക്കാനും ഇന്ത്യയെ പറ്റി പഠിക്കാനും ഒക്കെ ഉള്ള ത്വര ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു വ്യഗ്രത ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒരു പോർട്ടൽ, ഒരു ലേണിംഗ് പോർട്ടൽ ഭുവൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് സ്കൂൾ ഭുവൻ. അതിന് പറയുന്ന പേരെന്താണ്? സ്കൂൾ ഭുവൻ ഈസ് എ മാപ്പ് e-learning portal for the students which provides awareness on countries' natural resources, environment and their role in സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഫ്യൂച്ചറിനെ തയ്യാറെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഇസ് എൻ ഇനിഷ്യേറ്റീവ് ഓഫ് ദി ISRO വിത്ത് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അതാണ് NCERT. NCERT കേട്ടിട്ടുണ്ടാവില്ല? NCERT നമ്മുടെ പാഠപുസ്തകങ്ങളൊക്കെ പ്രിൻറ്റ് ചെയ്യുന്ന NCERT. അപ്പോൾ NCERTയും ISROയും ചേർന്നിട്ടാണ് അതുകൊണ്ട് സ്കൂൾ ഭുവൻ എന്ന ആപ്ലിക്കേഷൻ്റെ ഇൻട്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്. ലേണേഴ്സ് can avail this facility by clicking the icon School Bhuvan on Bhuvan web portal. Bhuvan web portal തന്നെ കയറി സ്കൂൾ ഭുവൻ എന്നൊരു ഐക്കൺ അതിലുണ്ട്, അതുവഴി നമുക്ക് അതിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സെറ്റ്. അപ്പോൾ അത്രയുമാണ് ഭുവനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. മറ്റൊന്ന്, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, IRNSS. എന്താണ് സംഭവം? ദ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ഡെവലപ്ഡ് ബൈ ഇന്ത്യ ഈസ് IRNSS. Apart from India, a radius of 1,500 kilometers, including the Indian Ocean and countries like Pakistan and China, come under its surveillance. ഇതൊരു റീജിയണൽ നാവിഗേഷൻ സിസ്റ്റമാണ്. നമുക്കിപ്പോൾ ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്ന നാവിഗേഷൻ സംവിധാനമാണ് പൊതുവെ ആൾക്കാർ ഉപയോഗിക്കുന്നതെങ്കിൽ, ഇന്ത്യയുടെ തനത് സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച്, ഇന്ത്യയുടെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ഇന്ത്യ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഒരു നാവിഗേഷൻ സിസ്റ്റത്തിൻ്റെ പേരാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു നാവിഗേഷൻ സിസ്റ്റമാണ്. ഇന്ത്യ എന്ന ഏരിയയ്ക്ക് ഉൾപ്പെടെ, ഇന്ത്യ എന്ന ലാൻഡ് ഏരിയയ്ക്കുള്ളിൽ മാത്രമല്ല, ടെറിട്ടറിക്കുള്ളിൽ മാത്രമല്ല, ഇന്ത്യൻ ടെറിട്ടറിക്ക് പുറത്തുള്ള ഒരു 1500 കിലോമീറ്റർ വരെയുള്ള പ്രദേശത്തെയും ഒബ്സർവ് ചെയ്യാൻ ആർക്ക് സാധിക്കും? IRNSSന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ഒരു ലിസ്റ്റിങ്ങിലേക്ക് പോവാണ്. സാറ്റലൈറ്റുകളുടെ ഒരു ലിസ്റ്റിങ്ങിലേക്ക് പോവാണ്. അപ്പം ഇന്ത്യാസ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്സ് ഏതൊക്കെയാണ് എന്നൊന്ന് പഠിച്ചിരിക്കുക. ഒന്ന്, രോഹിണി സാറ്റലൈറ്റ് 1983 ലോഞ്ച് ചെയ്തു. SLV-3 എന്നായിരുന്നു ലോഞ്ച് വെഹിക്കിൾ, സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ 3. അതാണ് വിക്ഷേപണ വാഹനം. ലോ എർത്ത് ഓർബിറ്റ് ആണ് എർത്ത് ഒബ്സർവേഷന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തത്. ഓക്കെ, രോഹിണി. 2, ഭാസ്കര 2. അത് 1981 ലോഞ്ച് ചെയ്തതാണ് ഭാസ്കര 2. ലോഞ്ച് വെഹിക്കിൾ C1 ഇന്റർ കോസ്മോസ് എന്നാണ്. കാരണം ഇന്ത്യയിൽ നിന്നല്ല ലോഞ്ച് ചെയ്തിരിക്കുന്ന, റഷ്യയുമായി ബന്ധപ്പെട്ട ലോഞ്ചാണ്. അത് ലോ എർത്ത് ഓർബിറ്റ് ആണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എർത്ത് ഒബ്സർവേഷൻ തന്നെയാണ്. മാത്രമല്ല ചില എക്സ്പെരിമെൻറ്റുകൾ ഒരു ലോഞ്ച് കൂടിയായിരുന്നു അതെന്ന് പറയാം. ഭാസ്കര 2. രോഹിണി സാറ്റലൈറ്റിൻ്റെ D2 ആണത്. D1 ഉണ്ട് വേറെ, 1981 ലോഞ്ച് ചെയ്ത D1 ഉണ്ട്. അതും ഇത് തന്നെയാണ്. SLV-3 തന്നെയാണ് ലോഞ്ച് ചെയ്തത്, എർത്ത് ഒബ്സർവേഷൻ ആപ്ലിക്കേഷൻ. അപ്പോൾ രോഹിണി എർത്ത് ഒബ്സർവേഷന് വേണ്ടിയിട്ടുള്ളതാണ് ഏതായാലും എന്ന് പഠിച്ചിരിക്കുക. ഭാസ്കര 1 അതുപോലെ തന്നെ ഇന്റർ കോസ്മോസ് വഴി തന്നെയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എർത്ത് എക്സ്പെരിമെൻ്റൽ തന്നെയാണ്, എർത്ത് ഒബ്സർവേഷൻ്റെ എക്സ്പെരിമെൻ്റൽ സാറ്റലൈറ്റ് ആണ് ഭാസ്കര 1ഉം ഭാസ്കര 2. രോഹിണി എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളാണെന്നും പഠിച്ചിരിക്കുക. ദ ടെക്നോളജി എക്സ്പെരിമെൻ്റ് സാറ്റലൈറ്റ് ടെസ് എന്ന് പറയും. ടെക്നോളജി എക്സ്പെരിമെൻ്റ് സാറ്റലൈറ്റ് ടെസ്. PSLV-C3 ആണ് ലോഞ്ച് വെഹിക്കിൾ. 2001 അത് വിക്ഷേപിക്കുന്നത്. അത് സൺ സിൻക്രണസ് പോളാർ ഓർബിറ്റ് ആണ്, സൺ സിൻക്രണസ് സാറ്റലൈറ്റ് ആണ്. അപ്പോൾ ടെസ് ഓർത്ത് വെച്ചോണേ. ഇത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് പഠിച്ചു വെച്ചോണം. ടെസ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? സൺ സിൻക്രണസ് ആണ്. എന്താ അതിൻ്റെ പണി? എർത്ത് ഒബ്സർവേഷൻ ആണ്. ആപ്ലിക്കേഷൻ ഇതിനകത്ത് എല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കംപ്ലീറ്റ്ലി എർത്ത് ഒബ്സർവേഷൻ. എല്ലാം നമ്മളിവിടെ എടുത്തിരിക്കുന്ന എർത്ത് ഒബ്സർവേഷൻ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള സാറ്റലൈറ്റുകളാണ്. അൺസക്സസ്ഫുൾ ലോഞ്ചസ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഞാൻ എടുത്ത് പറയാം, ആ സമയത്തുമ്പോൾ എടുത്ത് പറയാം. നോക്കിക്കേ, രണ്ടാമത്തെ ഓഷൻ സാറ്റ് 1999 ലോഞ്ച് ചെയ്തതാണ്. PSLV-C2 എന്ന വിക്ഷേപണ വാഹനത്തിൽ ലോഞ്ച് ചെയ്തു. സൺ സിൻക്രണസ് പോളാർ ഓർബിറ്റ് തന്നെയാണ് ആരും ഓഷൻ സാറ്റ്. അപ്പോൾ ഓഷൻ സാറ്റും സൺ സിൻക്രണസ് ആണ്. IRS-1D സൺ സിൻക്രണസ് ആണ്, 97 ലോഞ്ച് ചെയ്തതാണ്. IRS-P3 സൺ സിൻക്രണസ് ആണ്, 1996 ലോഞ്ച് ചെയ്തതാണ്. IRS-1C 1995 ലോഞ്ച് ചെയ്തതാണ്, സൺ സിൻക്രണസ് ആണ്.
IRS P2 സൺസിങ്ക്രണസ്. അപ്പോൾ IRS സീരീസിൽ വരുന്ന ആൾക്കാരെ ആരെ കണ്ടാലും ആരെന്ന് മനസ്സിലാക്കിക്കൊള്ളുക, സൺ സിങ്ക്രണസ് സാറ്റലൈറ്റുകളാണെന്ന് മനസ്സിലാക്കുക. അത്രയും മാത്രം അറിഞ്ഞാൽ മതി. IRSയുടെ ഓരോ പേര് നിങ്ങൾ പഠിക്കണമെന്നൊന്നുമില്ല. IRS 1E നോക്ക്, ഇവനൊരു ലോവർ ഓർബിറ്റ് ആണ്. ഇവൻ പോളാർ തന്നെയാണ് കേട്ടോ, സൺ സിങ്ക്രണസ് അല്ലെന്നേ ഉള്ളൂ, ഇവൻ പോളാർ തന്നെയാണ്. ലോവർ ഓർബിറ്റ് എന്ന് പറയുമ്പോൾ പോളാർ തന്നെയാണ്. അടുത്ത ഒബ്സർവേഷൻ ആണ്, പക്ഷേ ഇത് അൺസക്സസ്ഫുൾ ആണ്. അപ്പം അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ്. IRS 1E. IRS 1B സക്സസ്ഫുൾ ആണ്. വോസ്റ്റോക്ക് എന്ന് പറയുന്ന വിക്ഷേപണ വാഹനത്തിൽ സാധാരണ എല്ലാം നമ്മൾ IRS സാറ്റലൈറ്റുകളെല്ലാം നമ്മുടെ PSLVകളിലാണ് ലോഞ്ച് ചെയ്തുകൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ IRS 1B ലോഞ്ച് ചെയ്തിരിക്കുന്നത് 1991 വോസ്റ്റോക്കിൽ നിന്നാണ്. വോസ്റ്റോക്ക് എന്ന വിക്ഷേപണ വാഹനം ഉപയോഗിച്ചിട്ടാണ്. അതും സൺ സിങ്ക്രണസ് തന്നെ. SROSS-2 യെസ്, എഗെയിൻ സൺ സിങ്ക്രണസ് ആണ്. IRS 1A സൺ സിങ്ക്രണസ് തന്നെയാണ്. എഗെയിൻ IRS 1Aയും 1Bയും വോസ്റ്റോക്കിൽ നിന്ന് ലോഞ്ച് ചെയ്തതാണ് 88. കാരണം ഇതൊക്കെയാണ് ആദ്യം IRS 1Aയും IRS 1B ഒക്കെയാണ് ആദ്യം ലോഞ്ച് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ കേപ്പബിൾ ആയിരുന്നില്ല PSLVയിൽ അത് ലോഞ്ച് ചെയ്യാൻ. കാരണം PSLV C1 തന്നെ വരുന്നത് 1997 IRS 1A ലോഞ്ച് ചെയ്തത് 1988 മനസ്സിലാവുന്നില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. മേഘ ട്രോപ്പിക്വസ് സൺ സിങ്ക്രണസ് ആണ്. റിസോഴ്സ് സാറ്റ് സൺ സിങ്ക്രണസ് ആണ്. കാർട്ടോസാറ്റ് സൺ സിങ്ക്രണസ് ആണ്. ഓഷൻ സാറ്റ് സൺ സിങ്ക്രണസ് ആണ്, ഓൾറെഡി പറഞ്ഞു. റിസാറ്റ് സൺ സിങ്ക്രണസ് ആണ്. കാർട്ടോസാറ്റ് 2A 2B രണ്ടും ഉണ്ട്, രണ്ടും സൺ സിങ്ക്രണസ് ആണ്. IMS-1 സൺ സിങ്ക്രണസ് ആണ്. കാർട്ടോസാറ്റ് 2 വെറും 2 സൺ സിങ്ക്രണസ് ആണ്. കാർട്ടോസാറ്റ് 1 സൺ സിങ്ക്രണസ് ആണ്. IRS P6 അല്ലെങ്കിൽ റിസോഴ്സ് സാറ്റ് 1 എന്ന് പറയുന്നത് സൺ സിങ്ക്രണസ് ആണ്. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഈ ഒരു കാറ്റഗറീസ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരുന്നാലും മതി. വർഷം അറിയില്ലെങ്കിലും കുഴപ്പമില്ല. വർഷം പഠിക്കുക അത്ര ഇമ്പോർട്ടൻറ്റും അല്ല, അത് അത്ര എളുപ്പവും അല്ല. അതും കൂടെ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടായി. ഇപ്പം കാറ്റഗറി സാറ്റലൈറ്റ് ഏതാണെന്ന് മനസ്സിലാക്കുക. ഇന്ത്യയുടെ ഏതാണ് നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇന്ത്യയുടെ തന്നെയാണ് കേട്ടോ. അതിനകത്ത് അതുകൊണ്ട് കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. കാർട്ടോസാറ്റ് 2 സീരീസ് സാറ്റലൈറ്റ് സൺ സിങ്ക്രണസ് ആണ്. കാർട്ടോസാറ്റ് 2 സീരീസ് എഗൈൻ സൺ സിങ്ക്രണസ് ആണ്. റിസോഴ്സ് സാറ്റ് സ്കാറ്റ് സാറ്റ് SCAT സ്കാറ്റ് സാറ്റ് അതും സൺ സിങ്ക്രണസ് ആണ്. ഇൻസാറ്റ് 3DR അത് സൺ സിങ്ക്രണസ് അല്ല, അത് ജിയോ സിങ്ക്രണസ് ആണ്. കണ്ടോ? ഓക്കെ, ബാക്കി നമ്മൾ ഈ പറഞ്ഞതെല്ലാം സൺ സിങ്ക്രണസ് ആണ്. ഇൻസാറ്റ് 3DR ജിയോ സിങ്ക്രണസ് ആണ്. കാർട്ടോസാറ്റ് 2 സീരീസിൽ വരുന്നത് എഗൈൻ സൺ സിങ്ക്രണസ് ആണ്. ഇൻസാറ്റ് 3D നമ്മളിവിടെ ഏതാ പറയുന്നത്? 3DR പറഞ്ഞല്ലേ. ഇൻസാറ്റ് 3DR എന്തായിരുന്നു? ജിയോ സിങ്ക്രണസ് ആയിരുന്നു. ഇവിടെ നോക്കുക, ഇൻസാറ്റ് 3D എന്താണ്? സ്റ്റിൽ ജിയോ സിങ്ക്രണസ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻസാറ്റ് സീരീസിൽ പെടുന്നത് എന്തിൽ പെടുത്താം? ജിയോ സിങ്ക്രണസ്. നമ്മൾ ഓൾറെഡി എക്സാമ്പിളിൽ നേരത്തെ കാണുകയും ചെയ്തതാണ്. സരൾ സൺ സിങ്ക്രണസ് ആണ്. സരളൊക്കെ PS ചോദിച്ചിട്ടുള്ളതാണ്, PYQ ആണ്. സരൾ ചോദിച്ചിട്ടൊക്കെ ഉള്ളതാണ്. സരൾ സൺ സിങ്ക്രണസ് ആണ്. റിസാറ്റ് 1 സൺ സിങ്ക്രണസ് ആണ്. ഓക്കെ, EOS എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് 07. ഓക്കെ, EOS 07. അതുപോലെ EOS 06. ഇന്ത്യൻ ഭൂട്ടാൻ സാറ്റ്, അത് ഇന്ത്യയും ഭൂട്ടാനും ചേർന്ന് ഒബ്സർവ് ചെയ്ത സാറ്റലൈറ്റ് ആണ്. EOS 04 എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. ഇതെല്ലാം എർത്ത് ഒബ്സർവേഷന് വേണ്ടി തന്നെ ഉപയോഗിച്ചിരുന്ന സാറ്റലൈറ്റ് ആണ്. EOS 03, EOS 01 എല്ലാം പോളാർ സാറ്റലൈറ്റുകളാണ്. ഓക്കെ, ഇതിൽ EOS 03 കണ്ടോ? ജിയോ സിങ്ക്രണസ് ആണേ. EOS 01 കണ്ടോ? അവൻ ലോവർത്താണ്, അവൻ പോളാറാണ്. ഓക്കെ, EOS 01 പോളാറാണ്. EOS 03 ജിയോ സിങ്ക്രണസ് ആണ്. റിസാറ്റ് 2BR1 ഇത്രയും ഡീറ്റെയിലിംഗിൽ ചോദിക്കാൻ സാധ്യതയില്ല. അത് ചോദിക്കാൻ സാധ്യതയില്ല. കാർട്ടോസാറ്റ് 3 ചോദിക്കാം, സൺസ് നമ്മൾ പറഞ്ഞു. റിസാറ്റ് 2B പറഞ്ഞു. ഹൈസിസ് ഇതെടുത്ത് വെച്ചോ, HYSIS ഹൈസിസ് സൺ സിങ്ക്രണസ് ആണ്. ഹൈസിസ് സൺ സിങ്ക്രണസ് ആണ്. ഹൈസിസ് HYSIS ഇങ്ങനെ വെറൈറ്റി പേരുകൾ ചിലത് വരുന്നതിനെ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഓക്കെ, യെസ്. ഭാസ്കര 1നെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയി. IRS 1A ഫസ്റ്റ് ഓഫ് ഇറ്റ് സീരീസ് ഇൻഡിജിനസ് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ആണ്. വാസ് സക്സസ്ഫുള്ളി ലോഞ്ച്ഡ് ഇൻ ടു എ പോളാർ സൺ സിങ്ക്രണസ് ഓർബിറ്റ് ഓൺ March 17, 1988. ഓക്കെ, എന്താ ഭാസ്കരയുടെ പ്രത്യേകത? ഫസ്റ്റ് എക്സ്പെരിമെന്റൽ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ആണ്, ബിൽറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ ബിൽറ്റ് ചെയ്ത ആദ്യ എക്സ്പെരിമെന്റൽ സാറ്റലൈറ്റ് ആണ് ഇത്, ഭാസ്കര 1. അപ്പോൾ എന്താ ഭാസ്കരയുടെ പ്രത്യേകത? ഇറ്റ് ഇസ് ദ ഫസ്റ്റ് എക്സ്പെരിമെന്റൽ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ബിൽറ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ അതാണ് ഭാസ്കര 1ന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഈ ഡീറ്റെയിലിംഗ് നിങ്ങൾ അത്രയും എന്താ പറയുക, ക്യൂരിയസ് ആയിട്ട് ഒബ്സർവ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. എക്സ്പെരിമെന്റൽ റിമോട്ട് സെൻസിങ് ആണ്, ആദ്യത്തേതാണ് ഇന്ത്യയുടേതെന്നൊക്കെ നമ്മൾ പറഞ്ഞു പോയ കാര്യമാണ്. നമ്മുടെ ISROയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്നുള്ള ഡേറ്റയാണ് ഇത്. അതുപോലെ IRS 1A പ്രത്യേകത എന്താ? ഇറ്റ് ഇസ് ദി ഫസ്റ്റ് ഓഫ് ഇറ്റ് സീരീസ് ഇൻഡിജിനസ് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ദാറ്റ് വാസ് സക്സസ്ഫുള്ളി ലോഞ്ച്ഡ് ഇൻ ടു എ പോളാർ സൺ സിങ്ക്രണസ് ഓർബിറ്റ്. അത് IRS 1A ആണ്. ഓക്കെ, അത് എന്തിലാണ് കൊണ്ടുപോയത്? പക്ഷേ
ഫ്രം ദി സോവിയറ്റ് കോസ്മോഡ്രോം അറ്റ് ബൈക്കുനൂർ. അപ്പോൾ സോവിയറ്റ് കോസ്മോഡ്രോമിലാണ് പക്ഷേ ഇതിനെ കൊണ്ടുപോയി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് കൂടി അറിഞ്ഞിരിക്കാം. അതിൽ IRS-1A ക്യാരീസ് 2 ക്യാമറകളാണ് ഉണ്ടായിരുന്നത്. LIS-1 LIS-2. റെസൊല്യൂഷൻ 73 മീറ്ററും 36.25 മീറ്ററും ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. സ്വാത്ത് വിഡ്ത്ത് 140 കിലോമീറ്റർ. ഇത്രയും ഡെപ്തിൽ നിങ്ങൾ പഠിക്കുന്ന നിർബന്ധമില്ല, പക്ഷെ അറിയാൻ പറ്റിയ നല്ലത് തന്നെയാണ്. IRS-1A ഡീറ്റെയിലിംഗ് ഇത്രയും അറിയാൻ പറ്റിയ വളരെ നല്ലതാണ്. ഇതിനപ്പുറത്തുള്ള ഡെപ്തിലുള്ള ചോദ്യം വന്നാൽ നിങ്ങളത് പോട്ടേന്ന് വെക്കണം. ഒരു മനുഷ്യനും അതിന് ഉത്തരം എഴുതില്ല. വരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ അപ്പുറം ഡെപ്തിലുള്ള ഒരു ചോദ്യവും ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. ഇൻ കേസ് ചോദിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ആ ചോദ്യം നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നതിന് ആരെയും പേടിക്കണ്ട. യു സിംപ്ലി സ്കിപ്പ് ഇറ്റ്. ഇതിനപ്പുറത്തുമുള്ള ആരും എഴുതൂല. ഓക്കെ, അത്രയും ഏരിയ ഇതിനകത്ത് കവേർഡാണ്. ഓക്കെ, ശരി. IRS-P4 ഓഷൻ സാറ്റ്. ഇറ്റ് ഈസ് ദി ഫസ്റ്റ് സാറ്റലൈറ്റ് പ്രൈമർലി ബിൽറ്റ് ഫോർ ഓഷൻ ആപ്ലിക്കേഷൻ. അപ്പോൾ ഓഷൻ ആപ്ലിക്കേഷന് വേണ്ടി ഇന്ത്യ ആദ്യമായിട്ട് നിർമ്മിച്ച സാറ്റലൈറ്റ് ആണ് ഓഷൻ സാറ്റ്, അല്ലെങ്കിൽ IRS-P4 എന്നറിയപ്പെടുന്ന സാറ്റലൈറ്റ്. IRS-P4 എന്നറിയപ്പെടുന്ന സാറ്റലൈറ്റ്. അതും ഒരു പോളാർ സൺ സിങ്ക്രണസ് ഓർബിറ്റിൽ തന്നെയാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. 720 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡിൽ തന്നെയാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. PSLV-C2 ആണ് വിക്ഷേപണ വാഹനം. സതീഷ് ധവാൻ സ്പേസ് സെന്റർ തന്നെയാണ്, ശ്രീഹരിക്കോട്ടയിൽ നിന്ന് തന്നെയാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. മനസ്സിലാക്കാൻ 1999. ഓക്കെ, യെസ്. അപ്പോൾ ഇതിനകത്ത് ഉള്ള സാധനങ്ങളെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വേണം എന്നുള്ളവർക്ക് അതൊന്ന് വായിച്ചു നോക്കാം. ഇല്ലാത്ത പക്ഷം കുഴപ്പമില്ല. ഇത്രയും ബേസിക് ഇൻഫർമേഷൻ എങ്കിലും ഒന്ന് അറിയുന്നത്. അപ്പോൾ ഓഷൻ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് പ്രൈമറിലി നിർമ്മിച്ച ആദ്യ ഇന്ത്യൻ സാറ്റലൈറ്റ് ഏത്? അത് ഓഷൻ സാറ്റ് അഥവാ IRS-P4. IRS-P4. ദെൻ കംസ് കാർട്ടോസാറ്റ്-1A. എന്താ കാർട്ടോസാറ്റ്-1ന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ദി ഫസ്റ്റ് ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് കേപ്പബിൾ ഓഫ് പ്രൊവൈഡിങ് ഇൻ ഓർബിറ്റ് സ്റ്റീരിയോ ഇമേജസ്. നമ്മളെന്താ സ്റ്റീരിയോ ഇമേജസ് എന്ന് പറഞ്ഞത്? ഒരു ഏരിയയുടെ ഓവർലാപ്പ് ചെയ്യപ്പെട്ടിട്ട് കിട്ടുന്ന ഇമേജസിനെ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഡേറ്റേനെയാണ് നമ്മൾ സ്റ്റീരിയോ ഇമേജസ് എന്ന് പറയുക. കണ്ടോ, അപ്പോൾ ഇത്രയും ഏരിയ ഇവിടെ ഓവർലാപ്ഡ് ആണ്. കണ്ടോ, ലാൻഡ് ഏരിയ ഇപ്പോൾ ലാൻഡാണ്, അതിൻ്റെ ഇത്രയും ഏരിയ ഓവർലാപ്ഡ് ആയിട്ട് കിട്ടിയില്ലേ? അപ്പോൾ ഇത്തരത്തിൽ കിട്ടുന്ന ഡേറ്റയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റീരിയോ ഡേറ്റ. ഓക്കെ, ഇതിനാണ് സ്റ്റീരിയോ ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റീരിയോ ഡേറ്റ അവൈലബിൾ ആക്കി തരുന്നതിൽ ആദ്യത്തെ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ആണ് കാർട്ടോസാറ്റ്-1 എന്ന് പറയുന്നത്. ദ ഇമേജസ് വി ആർ യൂസ്ഡ് ഫോർ കാർട്ടോഗ്രാഫിക് ആപ്ലിക്കേഷൻസ്. കാർട്ടോഗ്രാഫിക് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മാപ്പ് മേക്കിംഗ്, അല്ലേ? മാപ്പ് മേക്കിംഗ്, മീറ്റിംഗ് ദ ഗ്ലോബൽ റിക്വയർമെന്റ്സ്. സ്പെഷ്യൽ റെസൊല്യൂഷൻ 2.5 മീറ്റർ ആണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നും ഇല്ല. ഓക്കെ, റൈറ്റ്. അപ്പോൾ സ്റ്റീരിയോ ഇമേജ് തരാൻ സാധിച്ച ആദ്യ സാറ്റലൈറ്റ് ആയിട്ട് കാർട്ടോസാറ്റിനെ പറഞ്ഞു. മേഘാട്രോപിക്കസ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചാണ്. മേഘാട്രോപിക്കസ് ഇസ് എൻ ഇൻഡോ ഫ്രഞ്ച് ജോയിന്റ് സാറ്റലൈറ്റ് മിഷൻ ഫോർ സ്റ്റഡി. അത് ചോദിക്കാം. ഇൻഡോട്രോപിക്കസ് ഇന്ത്യയും ഏത് രാജ്യവുമായിട്ട് സഹകരിച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സാറ്റലൈറ്റ് മിഷനാണ്. അത് ഇന്ത്യയും ഫ്രഞ്ചുമാണ്. അപ്പോൾ ഇൻഡോ ഫ്രഞ്ച് ജോയിന്റ് സാറ്റലൈറ്റ് മിഷൻ ഫോർ സ്റ്റഡിങ് ദ വാട്ടർ സൈക്കിൾ ആൻഡ് എനർജി എക്സ്ചേഞ്ചസ് ഇൻ ദി ട്രോപ്പിക്കൽ റീജിയനുകളിലെ വാട്ടർ സൈക്കിൾ നമുക്കറിയാം. പോളാർ, അതുപോലെ ട്രോപ്പിക്കൽ റീജിയൻ, പോളാർ റീജിയനിലെ ഐസ് ക്യാപ്പ് മെൽറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ട്രോപ്പിക്കൽ റീജിയൻ, നമ്മുടെ ഭൂമധ്യ രേഖയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ട്രോപ്പിക്കൽ റീജിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാട്ടർ സൈക്കിള്, അതുപോലെ ഈ എനർജി എക്സ്ചേഞ്ചസ്, പെർട്ടിക്കുലർലി ഹീറ്റ് എക്സ്ചേഞ്ചസ് ഒക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് ആരംഭിച്ച ജോയിന്റ് സാറ്റലൈറ്റ് മിഷനാണ് മേഘാട്രോപിക്കസ്. ഓക്കെ, മേഘ ഇന്ത്യൻ പേരും ട്രോപ്പിക്കീസ് ഫ്രഞ്ച് പേരുമാണ്, ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, അടുത്തത് റിസാറ്റ്-1. റഡാർ സാറ്റലൈറ്റ്-1 എന്നാണ് റിസാറ്റ്-1ന്റെ പൂർണ്ണ രൂപം കേട്ടോ. അതിനാണ് ചുരുക്കി എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ റിസാറ്റ്-1 എന്ന് വിളിക്കുക. റഡാർ സാറ്റലൈറ്റ്-1 അത് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് മൈക്രോവേവ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ക്യാരിയിങ് എ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഓപ്പറേറ്റിംഗ് ഇൻ എ സി ബാൻഡ്. അതൊന്നും വേണ്ട. അപ്പോൾ സിന്തറ്റിക് അപ്പർച്ചർ റഡാറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പുതിയൊരു സാധനം കേട്ടിട്ടുണ്ടാവും, നിസാർ, നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്ന് പറഞ്ഞിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സാറ്റലൈറ്റ് ലോഞ്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനകത്ത് 2 ഡ്യുവൽ ബാൻഡ് റഡാർ സിസ്റ്റം, സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സിസ്റ്റം ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതൊക്കെയാണ് ISROയും പിന്നെ നാസയും ചേർന്നിട്ടൊക്കെ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പഠിക്കുന്നതാണ് സാൻഡിക്കകത്ത്. ഇവിടെ ഓർത്തോണം, റിസാറ്റ്-1 എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോവേവ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്. ആദ്യത്തേതല്ല, ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് മൈക്രോവേവ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് എന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ ഇൻസൈറ്റ് 3D. ഇറ്റ്സ് ആൻ അഡ്വാൻസ്ഡ് വെതർ സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ കോൺഫിഗേർഡ് വിത്ത് ഇംപ്രൂവ്ഡ് ഇമേജിംഗ് സിസ്റ്റം ആൻഡ് അറ്റ്മോസ്ഫിയറിക് സൗണ്ടർ എന്ന് പറയാം, അറ്റ്മോസ്ഫിയറിനെ പഠിക്കാനുള്ള സംവിധാനം. അതും പിന്നെ മറ്റൊക്കെ ഉപയോഗിച്ചിട്ട്, ഇമേജിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ട് വെതർ സാറ്റലൈറ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തതാണ് ഇൻസൈറ്റ്
3D എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ സാറ്റലൈറ്റ് അല്ലേ, ഇൻസാറ്റ് 3D. ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ എൻഹാൻസ്ഡ് മെറ്റീരിയോളജിക്കൽ ഒബ്സർവേഷൻ, അതായത് ക്ലൈമറ്റ് ചേഞ്ച്, വെതർ പാറ്റേൺസ്, മോണിറ്ററിംഗ് ലാൻഡ് ആൻഡ് ഓഷൻ സർഫസസ്, ജനറേറ്റിംഗ് വെർട്ടിക്കൽ പ്രൊഫൈൽ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. ഇപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ ഇൻവേർഷൻ, ടെമ്പറേച്ചർ ഉണ്ടാകുന്ന ചേഞ്ചസ്, ക്ലൗഡ് ഫോർമേഷൻസ്, ഇതൊക്കെ പഠിക്കുന്നതിനാണ് ഇൻസാറ്റ് 3D ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പേലോഡുകളുടെ ഡീറ്റെയിലും മറ്റൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത്രയും ഒന്ന് ഇറങ്ങിയിരിക്കാം. ഓക്കെ, ഞാൻ വളരെ പെട്ടെന്നാണ് പറഞ്ഞു പോകുന്നത്, എനിക്കറിയാം. ഒരുപാട് ഡീറ്റെയിലിംഗ് ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയി പോകും ക്ലാസ്. അഗെയിൻ നോട്ട് നിങ്ങൾക്ക് കാണാം, സ്ക്രീൻഷോട്ട് എടുക്കാൻ തക്കവണ്ണം ഞാൻ പരമാവധി മാറി നിൽക്കുന്നുമുണ്ട്. നിങ്ങൾക്കത് എടുത്ത് നോക്കി വായിച്ച് പഠിക്കുകയും ചെയ്യാം, കൂടുതൽ ഇൻഫർമേഷൻ വേണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് സംബന്ധിച്ചിടത്തോളം കേട്ടോ. മിനിമം ഞാൻ ഈ പറയുന്ന അത്ര ഇൻഫർമേഷൻസ് നിങ്ങൾ പഠിക്കണം. അതുകൊണ്ട് എല്ലാത്തിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോകുന്നത്. അപ്പം മിനിമം നിങ്ങൾ അത്രയുമെങ്കിലും അറിഞ്ഞു പോകണം. എന്താണ് സരൾ? ദ സാറ്റലൈറ്റ് വിത്ത് ആർഗോസ് ആൻഡ് ആൾട്ടിക. ഇതാണ് ആർഗോസ് ആൻഡ് ആൾട്ടിക ഇസ് എ ജോയിന്റ് ഇൻഡോ ഫ്രഞ്ച് സാറ്റലൈറ്റ്. ഇതും അത് തന്നെയാണ്. അപ്പോൾ സരളും ഇൻഡോ ഫ്രഞ്ച് സാറ്റലൈറ്റ് മിഷൻ തന്നെയാണ്. പർട്ടിക്കുലർലി ഫോർ വാട്ട്? ഫോർ ഓഷ്യാനോഗ്രഫിക് സ്റ്റഡി. നേരത്തെ നമ്മൾ കണ്ട ഇൻഡോ ഫ്രഞ്ച് മിഷൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ട്രോപ്പിക്കൽ റീജിയൻ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ട്രോപ്പിക്കലിലുള്ള വാട്ടർ മൂവ്മെന്റ് അല്ലെങ്കിൽ വാട്ടർ സൈക്കിൾ, അതുപോലെ എനർജി എക്സ്ചേഞ്ചസിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നതിനായിരുന്നു ഇൻഡോ ഫ്രഞ്ച് നേരത്തെ കണ്ട മിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ. ഇവിടെ മേഘ ട്രോപ്പിക്യൂസ്. ഇവിടെ ഇൻഡോ ഫ്രഞ്ച് മിഷനായിട്ട് വരുന്ന സരൾ എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഓഷ്യാനോഗ്രഫിക് സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് ആരംഭിച്ചിരിക്കുന്ന ദൗത്യമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. യെസ്, അടുത്തത്. അപ്പോൾ സരളം എന്ത് തന്നെയാണ്? ഇൻഡോ ഫ്രഞ്ച് മിഷനാണ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് മറ്റ് ചില മിഷൻസ് നോക്കുകയാണ്. ഇന്ത്യയിലല്ലാത്തത് ലാൻഡ്സാറ്റ് 9 USGS, US ജിയോളജിക്കൽ സർവേ ആണ് ഏജൻസി പാർട്ണർഷിപ്പ്. 2021 ലോഞ്ചിങ് ഇയർ ആയിരുന്നു. ഗ്ലോബൽ ലാൻഡ് സർഫസ് ഇമേജറിയും ഇൻഫ്രാറെഡ് തെർമൽ ഇമേജറിയും ഒക്കെയാണ് പോസിബിലിറ്റി. പ്രൈമറി പർപ്പസ് എന്താണെന്ന് ആലോചിച്ചാൽ മതി. ലാൻഡ് യൂസ് റെക്കോർഡ്, അഗ്രികൾച്ചർ, ഡിഫോറസ്റ്റേഷൻ, അർബൻ ഗ്രോത്ത്, വാട്ടർ സോഴ്സ്, ഗ്ലേഷ്യൽ റിട്രീറ്റ് വിത്ത് a 16-day ഗ്ലോബൽ റീവിസിറ്റ് സൈക്കിൾ. 16 ദിവസം കൊണ്ട് ഒരു സ്ഥലത്തെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഒബ്സർവേഷനാണ് ആരിൽ കാണുക? ലാൻഡ്സാറ്റ് 9 കാണുക. USGS ആണ്, US ജിയോളജിക്കൽ സർവേയുമായിട്ടാണ് പാർട്ണർഷിപ്പ്. Sentinel-6 മൈക്കിൾ, അതുപോലെ ഫ്രെലിച്ച് യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ്. അതുപോലെ നോവ എന്ന് പറയുന്നത് US-ൻ്റെയാണ്, US യൂറോപ്യ. അപ്പോൾ US യൂറോപ്പ് ഒക്കെ ചേർന്നിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന സാറ്റലൈറ്റാണ് Sentinel-6 എന്ന് പറയുന്നത്. അതുപോലെ മൈക്കിള്, പിന്നെ ഫ്രെലിച്ച് എന്നൊക്കെ പറയുന്നത്. 2020 ഓഷ്യൻ സർഫസ് ടോപ്പോഗ്രഫിയും മറ്റുമൊക്കെ മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തോടു കൂടി ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ക്ലൈമറ്റ് മോണിറ്ററിംഗ് ആണ് അപ്പോൾ എസെൻഷ്യലി പറയാൻ പറ്റുക. SWOT എന്താണ്? SWOT അത് ഫ്രാൻസ്, കാനഡ എന്നീ രാജ്യങ്ങളുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ലോഞ്ചാണ്. 2022 സർഫസ് വാട്ടർ, ഗ്ലോബൽ വാട്ടർ സൈക്കിളും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ടെമ്പോ ട്രോപ്പോസ്ഫിയറിക് എമിഷൻസ് മോണിറ്ററിംഗ് ഓഫ് പൊല്യൂഷൻ. അപ്പോൾ നാസയുടേതാണ് ടെമ്പോ ആരുടെയാണ്? ടെമ്പോ നാസയുടേതാണ്. അത് പൊല്യൂഷനെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി, എയർ ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ലോഞ്ച് ചെയ്ത സാറ്റലൈറ്റ് ആണ് ടെമ്പോ എന്ന് പറയുക. പിന്നെ ട്രോപ്പിക്സ് ഉണ്ട്, അതും നാസയുടെ സാറ്റലൈറ്റ് ആണ്. ടെമ്പോയുമാണ്, ട്രോപ്പിക്കും നാസയുടേതാണ്. ടൈം റിസോൾവ്ഡ് ഒബ്സർവേഷൻ ഓഫ് പ്രസിപ്പിറ്റേഷൻ സ്ട്രക്ചർ എന്തായിരിക്കും? സെയിം സൈക്ലോൺസ്, ക്ലൈമറ്റ്, അതുപോലെ ഡിസാസ്റ്റർ പ്രഡിക്ഷൻ. യെസ്, ഇപ്പോൾ സൈക്ലോൺസും ഹറിക്കെയിൻസും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് പൊട്ടൻഷ്യൽ ഡിസാസ്റ്ററിലേക്കാണല്ലോ പോകുക. അതേ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി, ഏർലി ഡിറ്റക്ഷനൊക്കെ വേണ്ടിയിട്ടാണ് ട്രോപ്പിക്സ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് നാസ വിനിയോഗിക്കുന്നത്. അതുപോലെ പേസ് ഉണ്ട്, പ്ലാങ്ക്ടൺ, എയറോസോൾ, ക്ലൗഡ്, ഓഷൻ എക്കോസിസ്റ്റം. പ്രധാനമായിട്ടും ഓഷ്യൻ സ്റ്റഡീസ് ആണ് ഇതിനകത്ത് പ്രധാനമായിട്ടും കണക്ക് കൂട്ടുക. ഓഷൻ ഹെൽത്ത് ആൻഡ് ക്ലൈമറ്റ് ആണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആരുടെ? പേസിൻ്റെ ഒബ്ജക്റ്റീവ്. പേസും പുറത്തിറക്കിയിരിക്കുന്നത് നാസ തന്നെയാണ്. പിന്നെ നിസാറിൻ്റെ കാര്യം വരുമ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നിങ്ങൾ. നിസാർ അത് നാസയും ISROയും ചേർന്നിട്ടാണ്. നിസാർ എന്ന് പറയുമ്പോൾ തന്നെ നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നാണ് പൂർണ്ണരൂപം. അത് ഈ എർത്തിൻ്റെ സോളിഡ് ആയിട്ടുള്ള ഡൈനാമിക്സ്, എന്താ പറയുക, ക്ലൈമറ്റ് ചേഞ്ചസ്, അതിനൊരു വലിയ റേഞ്ച് പഠിക്കാനുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സംഗതിനെ മാത്രം പഠിക്കുന്നതല്ല നിസാറിന് കുറേ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഗ്ലോബൽ ഡൈനാമിക്സ് മൊത്തത്തിലൊന്ന് മനസ്സിലാക്കുക, പോളാർ ഐസ് ക്യാപ്പ് മെൽറ്റിംഗ് മനസ്സിലാക്കുക, ക്ലൈമാറ്റിക് കണ്ടീഷൻസ് മനസ്സിലാക്കുക, ഓഷൻ സ്റ്റഡീസ്, ഓഷൻ ചേഞ്ചസ് മനസ്സിലാക്കുക എന്നീ പറയുന്ന മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസോട് കൂടിയാണ് നിസാർ പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് സോളിഡ് എർത്ത് ഡൈനാമിക്സ് എന്ന രീതിയിലുള്ള മൊത്തത്തിലുള്ള മാറ്റങ്ങളെ പറ്റിയിട്ട് അങ്ങ് പഠിക്കുക എന്നതാണ് നിസാറിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിക്കാണുന്നത്. ഓക്കെ, യെസ്, ക്ലിയർ അല്ലേ മക്കളെ? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാർട്ട് 2 ഓഫ് റിമോട്ട് സെൻസിങ്ങുമായി ബന്ധപ്പെട്ട് നോക്കി മനസ്സിലാക്കിയിരിക്കാനുള്ള. അപ്പം ഞാൻ കുറേ സാറ്റലൈറ്റുകളെ പറ്റിയിട്ടൊക്കെയുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടെ അവസാനം പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഹോപ്പ് യു ഗോട്ട് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദോസ് തിങ്സ്. അപ്പോൾ ഇനി നമ്മൾ കണ്ട ചോദ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഒന്ന് ഒബ്സർവും കൂടെ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ധാരണ ഉണ്ടാകും എന്നതിൽ തർക്കമൊന്നുമില്ല. സോ ഇന്ന് നമ്മൾ ഈ കണ്ട
പാർട്ട് 2 ഓഫ് റിമോട്ട് സെൻസിങ് എല്ലാവർക്കും പ്രയോജനപ്രദമാകും എന്ന പ്രതീക്ഷയിൽ, അല്ലെങ്കിൽ പ്രയോജനപ്രദമായി എന്ന പ്രതീക്ഷയിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം മറ്റൊരു കണ്ടന്റുമായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഈ പറയുന്ന കണ്ടന്റിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസുമായി ബന്ധപ്പെട്ട് കാണാം. അതുവരെ ഏവർക്കും നല്ലപോലെ പഠിക്കാൻ സാധിക്കട്ടെ എന്നും മാക്സിമം നിങ്ങൾ പഠിക്കുന്ന ഏരിയാസ് റിപ്പീറ്റ് ചെയ്ത് ഓർത്തിരിക്കാനൊക്കെ സാധിക്കട്ടെ എന്ന ആശംസയോടുകൂടി അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.